ഹായ് മക്കളെ, വെൽക്കം ടു വിങ്സ് ഓൺലൈൻ ക്ലാസ്സസ്. ഞാൻ നിങ്ങളുടെ MJ ഫയാസ്. ഓക്കെ, അപ്പോ ഇന്ന് തൊട്ട് നമ്മളാ ഫോക്കസ് സീരീസ് തുടങ്ങിയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇന്ന് തൊട്ട് 7 ദിവസം കൊണ്ട് നമ്മൾ +2 മൊത്തം ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കും. ഓരോ ദിവസവും 2 വീഡിയോസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾക്ക് നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാ ഗ്രൂപ്പിൽ ഇട്ടുതരുന്നുണ്ട്. അപ്പോ ഫോക്കസ് സീരീസിന്റെ ഫസ്റ്റ് ക്ലാസിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് ഞാൻ തുടങ്ങാൻ പോകുന്നത് മാഗ്നറ്റിസം, 5ാമത്തെ ചാപ്റ്റർ. ഇത് ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ ആണ്. ഇതിന് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും എന്ത് ചെയ്യണത് ചോദിക്കാൻ പോണത് കേട്ടോ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കാൻ പോണത്. അപ്പോ ചാപ്റ്ററിന്റെ പേരെന്താണ്? മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. അപ്പോ ഞാൻ തുടക്കം തൊട്ട് ഒരു കാര്യം പറയാം. നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യണ്ട, പേടിക്കേണ്ട കാര്യമില്ല. ഇനി കുറച്ച് നാളും കൂടി ഉള്ളൂ അല്ലെ. അപ്പൊ കുറച്ച് പേര് ഒരു 100-ൽ 10-20% ആൾക്കാരും ഇപ്പോഴായിരിക്കും പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ആ മോഡലിന്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കാണുമ്പോൾ പേടിയൊക്കെ തുടങ്ങി. അപ്പൊ ഇപ്പോഴായിരിക്കും എന്ത് ചെയ്യണത് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. അപ്പൊ ഒരു കുഴപ്പം പേടിക്കണ്ട. നമ്മുടെ ഈ വീഡിയോ ക്ലാസ് മര്യാദക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ അയച്ചുതരുന്ന നോട്ട് മര്യാദക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് മേടിക്കാവുന്നേ ഉള്ളൂ. നമ്മൾ അയച്ചു തരുന്ന വീഡിയോസും നോട്ട്സും മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടൂട്ടാ. ഓക്കെ അല്ലേ? അപ്പൊ തുടങ്ങിയല്ലേ, പൊളിക്കല്ലേ? അപ്പോ ഏത് മൂഡ്, വാ തുടങ്ങാപ്പോ. എന്താണ് അപ്പോ ചാപ്റ്ററിന്റെ പേര്? മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. എന്താണ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ പറയപ്പെടുന്നത് വെച്ചാല്, നമ്മ ഫസ്റ്റ് 2 ചാപ്റ്റർ പഠിച്ചായിരുന്നു. എന്താണ്? ഇലക്ട്രിക് ചാർജസിനൊക്കെ പറ്റി അല്ലെ, ഇലക്ട്രിക് ഫീൽഡിനൊക്കെ പറ്റി. അപ്പോ ഇനി മാഗ്നറ്റിസത്തിലോട്ട് പോവാ. മാഗ്നറ്റിസം ആ രീതിയിലോട്ട് പോവാ. അപ്പോ ഇതാണ് ഒരു മാഗ്നറ്റ് അല്ലെ. നമ്മ പണ്ട് തൊട്ടേ കാണുന്ന കാര്യങ്ങളാണ് മാഗ്നറ്റ്. ഓക്കെ, മാഗ്നറ്റിന്റെ പ്രത്യേകത എന്താണ്? ഒരു ഭാഗത്ത് ഒരു നോർത്ത് പോൾ ഉണ്ടാവും, ഒരു ഭാഗത്ത് സൗത്ത് പോൾ ഉണ്ടാവും. എന്താണ് സാർ ഈ ലൈൻ ചെയ്ത് വെച്ചേക്കണം? നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവുന്നില്ല. എന്താണ് ഈ ലൈൻ? ഇതാണ് എന്ത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഇതാണ് എന്ത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും, ഏത് കൊച്ചുകുട്ടിക്ക് അറിയാവുന്ന പോലെ എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അപ്പൊ ഇതേ തുടങ്ങാൻ പോയാണ് ഫസ്റ്റ് ടോപ്പിക്. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക് ഒന്ന് വായിച്ച മക്കളെ. റൈറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. എന്താ പറഞ്ഞേ? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ്. തുടങ്ങാൻ പോവാണ്. ഫസ്റ്റ് ടോപ്പിക് ആണ്. എന്താണ്? പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അപ്പോ ഫസ്റ്റ് പോയിന്റ് ഒന്ന് വായിക്കാൻ പോയാണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓഫ് എ മാഗ്നറ്റ് ഫോം എ കണ്ടിന്യൂസ് ക്ലോസ്ഡ് ലൂപ്പ്. എന്താണ് വായിച്ചത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓഫ് എ മാഗ്നറ്റ് ഫ്രം കണ്ടിന്യൂസ് ക്ലോസ്ഡ് ലൂപ്പ്. എന്താണ് സാർ ഈ കണ്ടിന്യൂസ് ക്ലോസ്ഡ് ലൂപ്പ്? ഞാൻ പറഞ്ഞു തരാം. എന്ത് പറഞ്ഞതേ നോക്കേ, ഇതാണ് മാഗ്നറ്റ്. ഞാൻ പറഞ്ഞു ഈ ഇട്ടേക്കണ ആരോ മാർക്കുകൾ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ്. എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ്. മക്കളെ, ഇതിന് എന്താണ് പ്രത്യേകത? ഇത് കണ്ടിന്യൂസ് ആണല്ലേ, അല്ലേ? ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വന്ന് ഇതിന്റെ ഉള്ളിൽ കൂടെ പോകും. ഓക്കെ, ഇത് കണ്ടിന്യൂസ് ആണ്. ഇനി ക്ലോസ്ഡ് എന്ന് പറയാനായിട്ട് ഇപ്പൊ ഇതാണ് ഒരു മാഗ്നറ്റ് എന്ന് വിചാരിക്കുക. ഇതിനെ കവർ ചെയ്യുന്ന തരത്തിലായിരിക്കും എന്ത് ഉള്ളത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉള്ളത്. ഓക്കെ ആണോ? പറഞ്ഞ കാര്യം മനസ്സിലായി? ഇതൊരു മാഗ്നറ്റ് ആണെന്ന് വിചാരിക്കുക. ഇതിനെ കവർ ചെയ്യുന്ന രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ക്ലോസ്ഡ് ലൂപ്പ് ആയിരിക്കും. ലൂപ്പ് എന്ന് പറയുന്നത് എന്താ? ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ എന്താണ്? ഫുള്ള് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വലയം പോലെ ആയിരിക്കുന്നതിനാണ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ മക്കളെ? ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണോ? എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും എന്തായിരിക്കും? കണ്ടിന്യൂസ് ക്ലോസ്ഡ് ലൂപ്പ് ആയിരിക്കും. കുഴപ്പമില്ലല്ലോ. ഫസ്റ്റ് പോയിന്റ് കുഴപ്പമില്ലല്ലോ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്തായിരിക്കും? കണ്ടിന്യൂസ് ക്ലോസ്ഡ് ലൂപ്പ് ആയിരിക്കും. ഓക്കെ, ഓക്കെ. അപ്പോ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പോയിന്റിലോട്ട് പോവാം. രണ്ടാമത്തെ പോയിന്റ്, ടാൻജന്റ് ടു ദ ഫീൽഡ് ലൈൻസ് at a given point represent the direction of net magnetic field at the point. എന്താ പറഞ്ഞേ? സാറ് പറഞ്ഞുതരാം. ഇപ്പോ ഇതാണ് മാഗ്നറ്റ്. ഈ വരച്ചേക്കുന്ന കറുത്ത വരയാണ് എന്ത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ നോക്കട്ടാ, ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു എന്ന് വിചാരിക്കാം. ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ടാൻജന്റ് വരച്ചാൽ അതായിരിക്കും എന്ത്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഏത്? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞുതരാം സാർ,
മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഒരു പോയിന്റിലെ ടാൻജന്റ് എടുത്തു കഴിഞ്ഞാൽ അത് എന്തായിട്ട് കിട്ടും? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ ആയിട്ട് കിട്ടും. ഓക്കെ ആണ് സെറ്റ് ആണ്. ഒന്നും കൂടി ആ പോയിന്റ് വായിച്ചു കഴിഞ്ഞാൽ നോക്കിയേ, ടാൻജന്റ് ടു ദ ഫീൽഡ് ലൈൻസ്. ഓക്കെ ആണ്, ടാൻജന്റ് ടു ദ ഫീൽഡ് ലൈൻസ് at a given point represent the direction of magnetic field. പറഞ്ഞ കാര്യം കറക്റ്റ് അല്ലേ? ഓക്കെ ആണോ? എന്താ, ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു പോയിന്റിലെ ടാൻജന്റ് എടുത്തു കഴിഞ്ഞാൽ അത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷനെ. എന്തിനാണ്? ഡയറക്ഷൻ ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡിന് എന്ത് ചെയ്യുന്നു? കാണിക്കുന്നു, അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നു. കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പോയിന്റും കഴിഞ്ഞു. എന്നാ അടുത്ത പോയിന്റിലോട്ട് പോവാ. ദ ലാർജർ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ക്രോസിംഗ് പെർ യൂണിറ്റ് ഏരിയ, ദി സ്ട്രോങ്ങർ ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ്. എന്താണ്? ഒന്നും കൂടി ഇരുത്തി വായിക്കാം. നോക്കിയേ, ലാർജർ ദി നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ്, കുറെ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ക്രോസിംഗ് പെർ യൂണിറ്റ് ഏരിയ, the stronger is the magnitude of magnetic field. അതായത് ഒരു യൂണിറ്റ് ഏരിയയിൽ കുറെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. എന്താണ് ഈ സാധനങ്ങളൊക്കെ? എന്താണ്? ബി ആണ് ട്ടോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അതായത് ഒരു യൂണിറ്റ് ഏരിയയിൽ കുറെ അധികം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, ലാർജ് നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? അത് സ്ട്രോങ്ങർ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അതെന്താണ്? സ്ട്രോങ്ങർ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഓക്കെ ആണോ? ഏത്? ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടെ ലാർജ് നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കടന്നു പോയി കഴിഞ്ഞാൽ അതിനെ എന്ത് പറയും? ഞാൻ പറഞ്ഞുതരാം. അതിനെ സ്ട്രോങ്ങർ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയും. ഓക്കെ അല്ലേ? തെറ്റല്ലേ? ഏത്? അതന്നെ. അപ്പോ മൂന്നാമത്തെ പോയിന്റും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ പോയിന്റിലോട്ട് പോവാ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഇന്റർസെക്ട്. എന്താ പറയുന്നത്? രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസുകൾ ഒരിക്കലും കൂട്ടിയിടിക്കത്തില്ല. അതായത് ഡു നോട്ട് ഇന്റർസെക്ട് ചെയ്യൂല, ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യൂലാന്നാട്ടാ പറഞ്ഞ മനസ്സിലായ? അതായത് രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസുകൾ ഒരിക്കലും എന്ത് ചെയ്യില്ല? കൂട്ടിയിടിക്കത്തില്ല. ഡു നോട്ട് ഇന്റർസെക്ട്. കുഴപ്പമില്ലല്ലോ, തെറ്റാണ്. അപ്പോ മക്കളെ, ഈ ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോ ഒന്നും വിടാണ്ട് പഠിക്കണം. നിങ്ങൾ ആരും നോട്ടൊന്നും എഴുതിയെടുക്കേണ്ട കാര്യമില്ല, നമ്മളെല്ലാം ഗ്രൂപ്പിൽ ഇട്ടുതരാം കേട്ടാ. ഒരു പ്രശ്നം വിചാരിക്കേണ്ട, നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. അപ്പോ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂസ് ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാകുന്നു. രണ്ടാമത്തേത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൽ ഒരു പോയിന്റിന്റെ ടാൻജന്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെ എന്ത് സൂചിപ്പിക്കുന്നു? അത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡിനെ കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തേത് എന്താണ് പറഞ്ഞത്? പറ. ദ ലാർജ് നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്രോസിംഗ് പെർ യൂണിറ്റ് ഏരിയ. അതായത് ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കുറെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും? നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? പറ. അത് സ്ട്രോങ്ങർ മാഗ്നറ്റിക് ഫീൽഡ് ആണെന്നാണ് വിചാരിക്കേണ്ടത്. അത്രേ ഉള്ളൂ. ലാസ്റ്റ് പോയിന്റ്, രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസുകൾ തമ്മിൽ ഒരിക്കലും കൂട്ടിയിടിക്കത്തില്ല. അതായത് ഒരുമിച്ച് എന്ത് ചെയ്യില്ല? ഇന്റർസെക്ട് ചെയ്യില്ല. ഡു നോട്ട് ഇന്റർസെക്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത കാര്യത്തിലോട്ട് പോവുകയാണ്. കുഴപ്പമില്ലല്ലോ, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തതിലോട്ട് പോകുമ്പോൾ മൂന്നാമത്തേത് എന്താണ്? ഡിഫൈൻ മാഗ്നറ്റിക് ഫ്ലക്സ്. എന്താണ്? ദ നമ്പർ ഓഫ് മാഗ്നറ്റിക്, ഇത് നോക്കണ്ട കേട്ടാ. ദ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ, ഞാൻ ഇവിടെ എഴുതി തരാം. The number of magnetic field lines കാണില്ലടാ. passing through
എന്താണ് മക്കളെ? the number of magnetic field lines passing through normal to the area. ഏരിയ എന്നാണ് എഴുതിയേക്കുന്നത്. normal to the area. യൂണിറ്റ് ഏരിയ എന്ന് എഴുതിക്കോ കേട്ടോ. passing through the normal to the unit area. യൂണിറ്റ് ഏരിയ A. ഓക്കെ, അതായത് ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടെ എത്രമാത്രം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി വിളിക്കുന്ന പേരാണ് എന്ത്? മാഗ്നറ്റിക് ഫ്ലക്സ്. വേറൊരു സാധനം കാണിച്ചാൽ അതേ ഇങ്ങോട്ട് നോക്ക്. അതായത് ഇതൊരു യൂണിറ്റ് ഏരിയ ആണ്. ഇതെന്താണ്? ഒരു യൂണിറ്റ് ഏരിയ ആണ്. ഇതിൽ കൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ എന്താണ് നോർമൽ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോകുന്നുണ്ട്. ഇതിൽ കൂടെ നോർമൽ ആയിട്ട് എന്ത് കടന്നുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈന് കടന്നു പോകുന്നുണ്ട്. ഇതിനെ യൂണിറ്റ് ഏരിയനെ എ എന്ന് വിളിക്കും. മാഗ്നറ്റിക് ഫീൽഡ് ബി ആണെങ്കിൽ എന്താണ് ഇക്വേഷൻ? ഇവിടെയാണ് ഇക്വേഷൻ. നോക്ക് മക്കളെ, നോക്ക് എങ്ങോട്ടൊക്കെ. phi is equal to b. b എന്ന് പറഞ്ഞാൽ എന്താ? b എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നറ്റിക് ഫീൽഡ്. ബി എ എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് ഏരിയ. ബി എ കോസ് തീറ്റ. ബി എ കോസ് തീറ്റ കാണണ്ടല്ല, നല്ല വെട്ടത്തിൽ കാണണ്ടല്ല. എന്താണ്? phi equal to b a cos theta. അപ്പൊ നിങ്ങൾ ചോദിക്കും phi എന്താണ് സാറേ? ഞാൻ പറയും മാഗ്നറ്റിക് ഫ്ലക്സ് ആണെന്ന്. ഞാൻ പറയും എന്താണെന്ന്? മാഗ്നറ്റിക് ഫ്ലക്സ് ആണെന്ന്. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഡിനോട്ട് ലെറ്റർ ആണ് എന്ത്? phi. ഓക്കെ, അതെന്റെ phi ആണ്ടാ, മനസ്സിലാവില്ലെങ്കിൽ phi. ഓക്കെ, നിങ്ങൾ ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഇതില്ലേ, അതന്നെ phi. ബി എ കോസ് തീറ്റ. ഇത് എന്ത് ഫോർമാറ്റാ? ഇതെന്ത് ഫോർമാറ്റാ? അതേ ഞാൻ കാണിച്ചുതരാ. ഇവിടെ നോക്കിട്ടാ. ഇത് എ ബി കോസ് തീറ്റ ഫോർമാറ്റ് അല്ലേ? ഇതെന്ത് ഫോർമാറ്റ് ആണ്? എ ബി കോസ് തീറ്റ ഫോർമാറ്റ് ആണ്. എന്താണ് എ ബി കോസ് തീറ്റ? എവിടെ കാണിച്ചു തരാം. എ ബി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി എന്നല്ലേ? അപ്പോ ബി എ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താവും? ബി ഡോട്ട് എ. ബി എ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? പറ. എന്തായിരിക്കും ബി എ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ? ബി ഡോട്ട് എ. അപ്പോ ഇക്വേഷൻ എങ്ങനെ വരും? phi is equal to b dot a. phi is equal to b dot a. പറഞ്ഞ കാര്യം മനസ്സിലായ? എന്താണ് സംഭവം? എന്താണ്? ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടെ നോർമലി കടന്നു പോകുന്ന മാഗ്നറ്റിക്, നോർമൽ എന്ന് പറഞ്ഞാൽ എന്താ? പെർപെൻഡിക്കുലർ ട്ടാ. നോർമൽ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ. ഇപ്പൊ ഒരു യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്യുക. അതിൽ കൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കടന്നു പോവുകയാണെങ്കിൽ ഓക്കെ, നമ്മൾ എന്ത് പറയുന്നു? എത്ര നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നു അതിന് നമ്മൾ എന്ത് വിളിക്കും? മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് വിളിക്കും. അതിന്റെ ഇക്വേഷൻ എന്താണ് മക്കളെ? phi is equal to b a cos theta. phi is equal to b a cos theta. b എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ്, a എന്ന് പറഞ്ഞാൽ ഏരിയ, cos theta തന്നെ. phi എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ്. ബി എ കോസ് തീറ്റനെ എങ്ങനെ വിളിക്കണം? ബി ഡോട്ട് എ എന്ന് വിളിക്കണം. എങ്ങനെ വിളിക്കണം? കാരണം എന്താ? എ ബി കോസ് തീറ്റ ഈക്വൽ ടു എ ഡോട്ട് ബി ആണ്. അപ്പൊ ബി എ കോസ് തീറ്റ എന്തായിരിക്കും? ബി ഡോട്ട് എ ആയിരിക്കും. അപ്പൊ ഇക്വേഷൻ എന്തായിട്ട് വരും? phi ഈക്വൽ ടു ബി ഡോട്ട് എ. കുഴപ്പമില്ലല്ലോ? കുഴപ്പമുണ്ടോ? മനസ്സിലാവാത്തുണ്ടോ? ഇല്ലല്ല, സിമ്പിൾ അല്ലേ? ഒന്നുകൂടി പറയട്ടെ, ഞാൻ ചുമ്മാ പറഞ്ഞല്ല. നിങ്ങൾ ബോറടിക്കണെങ്കിലും കേട്ടിരിക്കട്ടെ, നമുക്ക് വേറെ വഴിയില്ല. അപ്പൊ എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ? ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടെ എത്ര നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നു? അതിന്റെ ഇക്വേഷൻ എന്താണ്? phi is equal to b a cos theta. ഇവിടെ തീറ്റന്റെ phi is equal to b a cos theta. എന്താണ്? b a cos theta എങ്ങനെ എഴുതാ? b dot a എന്ന് എഴുതാ. എങ്ങനെ എഴുതാ? b dot a എന്ന് എഴുതാ. b dot a എന്ന് എഴുതാ. b dot a എന്ന് എഴുതാ. കുഴപ്പമില്ല, സെറ്റ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തതിലോട്ട് പോകാം. എന്താണ് അടുത്തതിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. വെരി വെരി ഇമ്പോർട്ടന്റ് സാധനം. എന്ത് സാധനം? നാലാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് നാലാമത്തെ ക്വസ്റ്റ്യൻ? സ്റ്റേറ്റ് ഗോസ് ലോ ഫോർ മാഗ്നറ്റിസം. നോക്കിയേ, മാഗ്നറ്റിസത്തിന്റെ ഗോസ് ലോ. മുന്നൊരു ഗോസ് ലോ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഇതെന്താണ്? മാഗ്നറ്റിസത്തിലെ ഗോസ് ലോ. എന്താണ് ഗോസ് ലോ പറയുന്നത്? വായിച്ചു തരാം. Gauss law for a magnetism states that the net magnetic flux through any closed
അതായത് ഗോസ് ലോ ഫോർ മാഗ്നറ്റിസം സ്റ്റേറ്റ് ദാറ്റ് ദ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് സീറോ. എന്താ പറയുന്നത്? എന്തായിരിക്കും? പറ നിങ്ങൾ പറ. വേണ്ട, ഞാൻ തന്നെ പറഞ്ഞു. ഓക്കെ, ഒരു ക്ലോസ്ഡ് സർഫസ് എടുത്തു. കാണില്ലല്ലേ? ഇപ്പൊ കാണുന്നുണ്ടോ അല്ലെ? ഒരു ക്ലോസ്ഡ് സർഫസ് എടുത്തു. അതിന്റെ അകത്തുള്ള നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ. ഓക്കെ, നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ്, നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സിന് ഡിനോട്ടൽ ലെറ്റർ ആണ് ഫൈ. ഓക്കെ, ഇതിന്റെ അകത്തുള്ള ആകെ അല്ലെങ്കിൽ ടോട്ടൽ അല്ലെങ്കിൽ നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ. ഓക്കെ, നെറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ. ഒരു യൂണിറ്റ് ഒരു സർഫസ്. ഓക്കെ, ആ സർഫസിന്റെ പ്രത്യേകത എന്താണ്? അത് ക്ലോസ്ഡ് സർഫസ് ആണ്. ഓക്കെ, ഒരു ക്ലോസ്ഡ് സർഫസിന്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫ്ലക്സുകളുടെ ആകെ എന്തായിരിക്കും? ആകെ തുക അല്ലെങ്കിൽ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ്, ആകെ ഉള്ള മാഗ്നറ്റിക് ഫ്ലക്സ് എപ്പോഴും എന്തായിരിക്കും? സീറോ ആയിരിക്കും. എന്താ ഞാൻ പറഞ്ഞത്? ഒരു ക്ലോസ്ഡ് സർഫസ്, ഒരു ഫുട്ബോൾ എടുക്കാം, വേണ്ട വേറെ എന്തെങ്കിലുമൊക്കെ എടുത്തോ. ഒരു ക്ലോസ്ഡ് സർഫസ് അല്ല, അതിൻ്റെ അകത്തുള്ള ആകെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണ്? ആകെ മാഗ്നറ്റിക് ഫ്ലക്സുകൾ എപ്പോഴും എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഓക്കെ, എന്തായിരുന്നു? ദ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് നോക്കിയേ സീറോ. എന്താണ്? സീറോ. കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ എഴുതാ? ഫൈ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു സീറോ. ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു സീറോ. ഫൈ എന്ന് പറഞ്ഞാൽ എന്താ? ഫൈ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ്. ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ്. അറിയാമായിരിക്കും. പിന്നെ ബി എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നറ്റിക് ഫീൽഡ്. ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് കാണുന്നുണ്ടാവും. ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താ? സർഫസ് ഏരിയ. ഓക്കെ, ഡി എസ് എന്ന് പറഞ്ഞതാണ് സർഫസ് ഏരിയ. ബി എന്ന് പറഞ്ഞാല് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ബി എന്ന് പറയുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോ നിങ്ങൾ പറ, എന്താണ് ഗോസ് ലോ ഫോർ മാഗ്നറ്റിസം? ഒരു ക്ലോസ്ഡ് സർഫസിലെ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സുകൾ എന്തായിരിക്കും? സീറോ ആയിരിക്കും. ദ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് സീറോ. ഏത്? അതെ. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ പഠിക്കണം മക്കളെ. ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. എന്താണ് ഇക്വേഷൻ? പറ. Phi is equal to integral BDS equal to B dot DS. Sorry, B dot product ആണത്. B dot DS equal to 0. Okay. Phi എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. B എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ആണ്. DS എന്താണ്? സർഫസ് ഏരിയ ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്തതിലോട്ട് പോകാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ചാപ്റ്ററിനകത്തുള്ള ആകെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഓക്കെ, ഏതാനും വിരലിൽ എണ്ണാവുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അതിൻ്റെ അകത്തുള്ള ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത്? നോക്കേ, ഗോസ് ലോ ഇൻ മാഗ്നറ്റിസം ഗിവിംഗ് എ നൾ സെറ്റ്. എന്തുകൊണ്ടാണ് ഇവിടെ സീറോ വന്നതെന്ന് നിങ്ങൾ ചോദിച്ച ഞാൻ തന്നെ പറഞ്ഞുതരാം. നോക്കിയേ, ഇന്റഗ്രൽ ബി ഡി എസ് ഈക്വൽ ടു സീറോ. എന്താണ് സാർ അവിടെ സീറോ വരാൻ കാരണം? നിങ്ങൾ പറ. വേണ്ട, ഞാൻ തന്നെ പറയാം. എന്താണ് ഇന്റഗ്രൽ ബി ഡി എസ് ഈക്വൽ ടു സീറോ ആയി വരാൻ കാരണം? ഇത് നോക്കി. ഏത് നോക്കാൻ? ഇതെന്താണിത്? ഇതൊരു മാഗ്നറ്റ് ആണിത്. ഇത് നോക്കിയേ, നോർത്തും സൗത്തുമുള്ള ഒരു മാഗ്നറ്റ്. എന്താണ്? നോർത്തും സൗത്തുമുള്ള ഒരു മാഗ്നറ്റ്. ഞാനൊരു മാഗ്നറ്റ് അല്ലേ കിട്ടിയത്. എന്ത് ചെയ്യാൻ പറ്റും? കയ്യിൽ നിന്ന് നിലത്തോട്ട് വീണുപോയി. കയ്യിൽ നിന്ന് എന്തായി പോയി? നിലത്തോട്ട് വീണു. സംഭവം രണ്ടായിട്ട് ഒടിഞ്ഞു. രണ്ടായിട്ട് ഇത്ര ഇങ്ങനെ ഇരിക്കുന്ന ഒരു പാർ മാഗ്നറ്റ് നിലത്ത് വീണ് സംഭവം എന്ത് ചെയ്തു പോയി? പൊട്ടി. രണ്ടായി. ഓക്കെ, രണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ പറ, ഇവിടെ നോർത്താണ്. എവിടെ? അവിടെ നോർത്താണ്. ഇപ്പുറത്തോട്ട് വരുമ്പോ എന്തായി മാറും? ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത്. എന്താവും? ഓട്ടോമാറ്റിക്കലി ഇത് സൗത്ത് ആവും. ഇതെന്തായിട്ട് മാറും? നോർത്ത് ആയിട്ട് മാറും. അല്ലേ? ഒരു ബാർ മാഗ്നറ്റ് നമ്മ അത് പൊട്ടിച്ചു കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്ന രണ്ട് മാഗ്നറ്റ് എന്തായിരിക്കും?
ഒരു ചെറിയ മാഗ്നറ്റ് ആയി, അത് നോർത്തും സൗത്ത് പോളല്ല, വേറെ രണ്ട് ചെറിയ മാഗ്നറ്റ് ആയിട്ട് കിട്ടണത് അല്ലെ. എങ്ങനെ എപ്പോഴെങ്കിലും നമുക്ക് നോർത്ത് ഭാഗം മാത്രമായിട്ട് നോർത്ത് ഭാഗം മാത്രമായിട്ട് കിട്ടാറില്ല പൊട്ടിച്ചു കഴിഞ്ഞാല്, അല്ലെങ്കിൽ സൗത്ത് ഭാഗം മാത്രമായിട്ട് കിട്ടാറില്ല? ഇല്ല, കിട്ടൊന്നുമില്ല. കിട്ടൂല. അതാണ് അതെന്താ സംഭവം, അപ്പൊ ഇങ്ങനെ പറയാൻ പറ്റുമോ? അതായത് ഈ മാഗ്നറ്റിക് പോൾസ്, അതായത് ഈ മാഗ്നറ്റിസം എന്തുകൊണ്ടാണ് നൾ സെറ്റ് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, മോണോപോൾസ് ഡു നോട്ട് എക്സിസ്റ്റ്. അതായത് മോണോപോൾസ് എന്ത് കാണിക്കൂല, മാഗ്നറ്റിസത്തിൽ എന്ത് ചെയ്യൂല, മോണോപോൾസ് കാണിക്കില്ല. എന്താണ് മോണോപോൾസ്? ദേ ഒറ്റക്ക് കാണണം. നോർത്ത് ആണെങ്കിൽ നോർത്ത് മാത്രം, അല്ലെങ്കിൽ സൗത്ത് ആണെങ്കിൽ സൗത്ത് മാത്രം. മോണോപോൾസ് എന്ത് ചെയ്യൂല, കാണിക്കൂല. ഓക്കെ, മാഗ്നറ്റിസം ഒരിക്കലും കാണിക്കില്ല. മോണോപോൾസ് കാണിക്കാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യണത്, ഇവിടെ നൾ സെറ്റ് വരാൻ കാരണം. പറഞ്ഞ കാര്യം മനസ്സിലായി നിങ്ങൾക്ക്? ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാ, ഇത് ഉറപ്പായിട്ട് ചോദിക്കൂട്ടാ. നോക്കിയോ, ഉറപ്പിച്ചോ? എന്തായാലും ചോദിക്കും. എന്താണ് ഗോസ് ലോ ഇൻ മാഗ്നറ്റിസം ഗിവൻ നൾ സെറ്റ്? എന്തുകൊണ്ടാണ് ഗോസ് ലോ ഫോർ മാഗ്നറ്റിസം എന്ത് കാണിക്കണത്, നൾ സെറ്റ് കാണിക്കണത്? അപ്പൊ നിങ്ങൾ എന്താണ് എഴുതി വെക്കേണ്ടത്? ഇത്ര എഴുതി വെച്ചാൽ മതി. മോണോപോൾസ് ഡു നോട്ട് എക്സിസ്റ്റ്, ഡസ് നോട്ട് എക്സിസ്റ്റ് അല്ലെങ്കിൽ ഡസന്റ് എക്സിസ്റ്റ് എഴുതി വെക്കുക. എന്താണ് മോണോപോൾസ് എന്ത് ചെയ്യൂല, ഇതിന്റെ അകത്ത് എക്സിസ്റ്റ് ചെയ്യത്തില്ല. കാരണം എന്താ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മാഗ്നറ്റിനെ രണ്ടായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നോർത്ത് ഭാഗമോ സൗത്ത് ഭാഗം മാത്രമായി കിട്ടോ? ഇല്ല, ഒരിക്കലും കിട്ടത്തില്ല. ഈ സാധനത്തിനെ മുറിച്ചു കഴിഞ്ഞാൽ വേറെ രണ്ട് കാന്തം കിട്ടും. അതായത് നോർത്തും സൗത്തും ഉള്ള വേറെ രണ്ടൊരു മാഗ്നറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ആ മാഗ്നറ്റിന് ഒരിക്കലും എന്ത് കിട്ടത്തില്ല. അത് തന്നെ കിട്ടത്തില്ല. എന്ത് മോണോപോൾസിന് കിട്ടത്തില്ല. അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യണത്, നൾ സെറ്റ് കാണിക്കുന്നത്. കുഴപ്പമില്ല. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്തതിലോട്ട് പോകാം. എന്താണ് അടുത്തത്? മാഗ്നറ്റൈസേഷൻ. എന്താണ് മാഗ്നറ്റൈസേഷൻ? എന്താണ് മാഗ്നറ്റൈസേഷൻ? സിമ്പിൾ ആണ്, ചുമ്മാ പറഞ്ഞത്. ഓക്കെ, ഇതാണ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ. ഇതാണ് എന്ത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ. നിങ്ങൾ വായിക്കൂ, ഞാൻ വായിച്ചു തരാം. The net magnetic dipole moment developed per unit volume of a material is called a magnetization. എന്ത് മനസ്സിലായി പറ? മനസ്സിലാവൂല, ഞാൻ തന്നെ വായിച്ച. അതായത് നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെന്റ്, അതായത് ടോട്ടൽ മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെന്റ്. നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ ആണ്. ഓക്കെ, പറഞ്ഞു മനസ്സിലായി, നേരത്തെ സാറ് പറഞ്ഞല്ലേ. ഓക്കെ, നെറ്റ് ടോട്ടൽ മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെന്റ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് വോളിയം, അതായത് ഒരു യൂണിറ്റ് വോളിയത്തിന്റെ അകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, മാഗ്നറ്റൈസേഷൻ. ഇനിയും മനസ്സിലാവാത്ത കുട്ടികൾ ഇവിടെ ശ്രദ്ധിക്കൂ. ഇതൊരു യൂണിറ്റ് വോളിയം ആണ്. ഇതെന്താണ്, ഒരു യൂണിറ്റ് വോളിയം എടുത്തു. ഞാനൊരു യൂണിറ്റ് വോളിയം എടുത്തു. ഇതിന്റെ അകത്ത് മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെന്റ് ഉണ്ടാവും. എന്തുണ്ടാവും, മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെന്റ് ഉണ്ടാവും, കുറെ ഉണ്ടാവും. ഓക്കെ, ആകെ അതായത് ഒരു യൂണിറ്റ് വോളിയത്തിന്റെ അകത്ത് എത്ര മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെന്റ് ഉണ്ട്? എന്താണ് നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെന്റ്, ആകെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെന്റ് എവിടെ ഉണ്ടാവുന്ന, ഒരു യൂണിറ്റ് വോളിയത്തിന്റെ അകത്ത് ഉണ്ടാവുന്ന. മക്കളെ, ഒരു യൂണിറ്റ് വോളിയത്തിന്റെ അകത്തുണ്ടാകുന്ന ഒരു യൂണിറ്റ് വോളിയത്തിന്റെ അകത്തുണ്ടാകുന്ന ഏത്, മനസ്സിലായോ? ഒരു യൂണിറ്റ് വോളിയത്തിന്റെ അകത്തുണ്ടാവുന്ന ആകെയുള്ള മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെന്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, മാഗ്നറ്റൈസേഷൻ എന്ന് വിളിക്കും. മാഗ്നറ്റൈസേഷൻ. ഓക്കെ ആണോ? എന്താണ് അപ്പോ മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് മാഗ്നറ്റൈസേഷൻ? നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെന്റ്, അതായത് ടോട്ടൽ മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെന്റിനെ എവിടെ ഉണ്ടാവുന്ന, ഡെവലപ്ഡ് പെർ യൂണിറ്റ് വോളിയം, എവിടെ, ഒരു യൂണിറ്റ് വോളിയത്തിന്റെ അകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ടോട്ടൽ എന്ത്, മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെന്റിനെ നമ്മൾ എന്ത് വിളിക്കും, മാഗ്നറ്റൈസേഷൻ എന്ന് വിളിക്കും. മാഗ്നറ്റൈസേഷൻ. ഇതിനൊരു എന്തുണ്ട്, ഇക്വേഷൻ ഉണ്ട് മക്കളെ. ഏത് എം? ക്യാപിറ്റൽ എം ആണ് ഇതിനെ ഡിനോട്ട് ചെയ്യണത്. നോക്കി, ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു, എന്താണ്, ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെന്റ്. എം ആണ് എന്ത് സൂചിപ്പിക്കുന്നത്, മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെന്റ്. എം എന്ന് പറഞ്ഞാൽ എന്താണ്, മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെന്റ്.
ഓക്കെ, മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെന്റ്. മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെന്റ് ബൈ യൂണിറ്റ് വോളിയം. ബൈ യൂണിറ്റ് വോളിയം. അപ്പൊ നിങ്ങൾ നോക്കുക, അപ്പൊ എന്താണ് മാഗ്നറ്റൈസേഷൻ? മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് വോളിയത്തിന്റെ അകത്ത് ഉണ്ടാകുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെന്റിനെ നമ്മൾ എന്ത് വിളിക്കും? മാഗ്നറ്റൈസേഷൻ എന്ന് വിളിക്കും. ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ എം ആണ്. ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ക്യാപിറ്റൽ. എവിടെ ക്യാപിറ്റൽ? ഓക്കെ, ക്യാപിറ്റൽ എം ആണ്. ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു എം നെറ്റ്. എം നെറ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ എം നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെന്റ് പെർ ബൈ യൂണിറ്റ് വോളിയം. വി എന്ന് പറഞ്ഞാൽ എന്താണ്? വി എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം. എന്ത് വോളിയം? യൂണിറ്റ് വോളിയം. കുഴപ്പമില്ല, വി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വോളിയം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ മക്കളെ, അപ്പോ എന്താണ്, എങ്ങനെയൊക്കെ ഉണ്ടായി മോഡൽ എക്സാം ഒക്കെ? നല്ല ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നല്ലേ? അപ്പോ ഇനിയെങ്കിലും നമുക്ക് ഒട്ടും വൈകിട്ടില്ല. 10 ദിവസം ഈ 10 ദിവസം, അല്ലെങ്കിൽ 12 ദിവസം 12 ദിവസം തോന്നണം അല്ലെ എക്സാമിന്. അപ്പോ നിങ്ങൾ ഇപ്പോഴും വൈകിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് 7 ദിവസം നിങ്ങൾ ഇത് നല്ല സ്ട്രിക്ട്ലി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? +2 ഫിസിക്സ് എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് എന്ത് ചെയ്യാൻ കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് സുധീർ സാർ എന്ത് ചെയ്യും? 2ാമത്തെ ചാപ്റ്റർ കപ്പാസിറ്റൻസ് ചാപ്റ്റർ എന്ത് ചെയ്യും? നിങ്ങൾക്ക് പറഞ്ഞുതരും. ഓക്കെ, അത് ഗംഭീരമായിട്ട് തന്നെ പറഞ്ഞുതരും. അപ്പൊ നമ്മുടെ ഓരോ ക്ലാസ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താകും? ഒരു സാധാരണ കുട്ടിക്ക് ഇപ്പൊ ഒന്നും പഠിക്കാത്ത ഒരാൾക്ക് പോലും എന്ത് ചെയ്യും? മനസ്സിലാക്കണം. ഓക്കെ, മനസ്സിലാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക? ഈ ലിങ്ക് ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, എന്നിട്ട് അവരും കാണട്ടെ. ഓക്കെ, നിങ്ങൾക്കും എന്ത് ചെയ്യുക? ഫ്രണ്ട്സിനൊക്കെ സഹായം ചെയ്യാം. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും പാസ് ആവട്ടെ അല്ലേ? അതല്ലേ നമ്മുടെ ആഗ്രഹം, അതാണ് നമ്മുടെ ആഗ്രഹം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് അറിയണ കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാവരും നന്നായിട്ട് പഠിക്കട്ടെ. എല്ലാവരും എടാ വെറുതെ ഇങ്ങനെ കളിച്ചു നടക്കല്ലേ. ഓക്കെ, നമുക്കറിയാം ഈ ലോകത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? നമുക്ക് എന്ത് വേണം? നല്ലൊരു ഭാവി വേണം അല്ലേ? ജോലിയൊക്കെ വേണം അല്ലേ? ജോലിയൊക്കെ വേണം, അതാണ് വിഷയം. അപ്പൊ എന്ത് ചെയ്യാ? നന്നായിട്ട് പഠിക്കുക. ബേസ് ആണ് +2 എന്നൊക്കെ പറയണത്. ഇപ്പൊ പഠിക്കണതൊക്കെ ഉണ്ടാവുള്ളൂ നമുക്ക്. അപ്പോ നന്നായിട്ട് പഠിക്കുക. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും, അല്ലെങ്കിൽ എന്തൊക്കെ റിഗ്രറ്റ് അടിച്ചിട്ടും, അല്ലെങ്കിൽ എന്തൊക്കെ കാണിച്ചിട്ടും ഒരു കാര്യമില്ല. ആകെയുള്ള ഒരു 10 ദിവസം നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ എക്സാമിൽ ഇടാം. ഓക്കെ, ബാക്കിയൊക്കെ പിന്നെ റിസൾട്ട് ഒക്കെ വരട്ടെ. റിസൾട്ട് എന്ത് വേണമാവാം. പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും തോന്നരുത് എന്ത് ഒന്നും കൂടി ഒരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ എന്താണ് ഞാൻ നന്നായിട്ട് പഠിച്ചേനെ എന്ന് തോന്നരുത് ഒരിക്കലും. കേട്ടാ, അങ്ങനെ ഒരിക്കലും തോന്നരുത്. ഒരു കൊച്ചിന് പോലും, ഒരു കുട്ടിക്ക് പോലും അങ്ങനെ തോന്നിക്കരുത്. ഓക്കെ, നിങ്ങളെ കൂട്ടുകാരന്മാർ ഒരുത്തം പഠിക്കാണ്ട് കളിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിളിച്ച് പറയണം, എടാ +2 ആണ്, ഇങ്ങനൊരു ബോധം വേണം. ഓക്കെ, നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നല്ലൊരു ലെവലിലോട്ട് മാറും. നിങ്ങളുടെ ഇപ്പൊ ഇരിക്കുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്തോ ആകട്ടെ, എനിക്ക് എന്താണെന്ന് അറിയില്ല, എന്റെ വീഡിയോ എത്ര പേര് കാണണമെന്നൊന്നും അറിയില്ല. അപ്പൊ എല്ലാവരുടെയും ബാക്ക്ഗ്രൗണ്ട് സെയിം ആവണമെന്നില്ല. ഞാനൊക്കെ അതെ ഭയങ്കര കഷ്ടപ്പെട്ട് വന്നതാ. ഓക്കെ, അപ്പൊ നമ്മുടെ ഒക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് എന്ത് ചെയ്യാം? മുകളിലോട്ട് എത്തിക്കുക. നിങ്ങളായിരിക്കണം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആ ഒരു ഇതൊക്കെ നടത്തേണ്ടത്. ഓക്കെ, കുറച്ചാൾ കഴിയുമ്പോ ഇതാണ് 10, 20, 22 വയസ്സാവും. നിങ്ങളൊക്കെ ആയിരിക്കും എന്ത് ചെയ്യണത്? എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കുക, നല്ലൊരു ജോലി മേടിക്കുക. ഓക്കെ, അപ്പോ ഇപ്പോഴേ പഠിക്കുക. +2 ഇതാണ് ഫസ്റ്റ് മെയിൻ ആയിട്ട് വേണ്ടത്. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ഫിസിക്സ് നല്ല ടഫാണെന്ന് എല്ലാവർക്കും അറിയാം. എന്റെ മക്കൾക്ക് എന്നെ പോലെ തന്നെ നിങ്ങൾക്കും അറിയണ കാര്യങ്ങളാണ്. അപ്പൊ ഇനി ഉഴപ്പരുതിട്ടാ. അപ്പൊ നന്നായിട്ട് തന്നെ എന്ത് ചെയ്യാം? ഈ ഫോക്കസ് സീരീസിന്റെ ഒപ്പം നമുക്ക് പോകാം. അപ്പൊ അടുത്ത ടോപ്പിക്കിലോട്ട് നമുക്ക് പോവാം. എന്താണ് മക്കളെ അടുത്ത ടോപ്പിക്? എന്താണ്? മാഗ്നറ്റിക് പേന മാറ്റാം. മാഗ്നറ്റിക് ഇന്റൻസിറ്റി. എന്താണ്? മാഗ്നറ്റിക് ഇന്റൻസിറ്റി ഓർ മാഗ്നറ്റൈസിങ് ഫീൽഡ്. എന്താണ് മക്കളെ മാഗ്നറ്റൈസിങ് ഫീൽഡ്? നിങ്ങൾ പറ, എന്താണ് മാഗ്നറ്റൈസിങ് ഫീൽഡ്? ഇത് ഞാൻ കാണിച്ചത് എന്താണ് മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോ എന്താണ് ഒരു മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കാം. അതായത് കറണ്ട് കടന്നു പോകുന്ന അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കാം. ഈ മെറ്റീരിയലിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? കറണ്ടിനെ കടത്തിവിടും. ഓക്കെ, എന്ത് ചെയ്യുന്നു? കറണ്ടിനെ കടത്തിവിടും. അപ്പൊ ഇതെന്താവും? മാഗ്നറ്റൈസ്ഡ് ആവും. അപ്പൊ ഇതെന്താവും? മാഗ്നറ്റൈസ്ഡ് ആവും. അതാണ് എന്ത്? മാഗ്നറ്റൈസിങ്. അതായത് ഒരു മെറ്റീരിയൽ ഇപ്പൊ എന്താണ്? ഒരു ഇരുമ്പിന്റെ മെറ്റീരിയൽ എടുക്കുക. ഇരുമ്പിന്റെ മെറ്റീരിയൽ കൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ അതെന്തായിട്ട് മാറും? കാന്തമായിട്ട് മാറും. അതെന്തായിട്ട് മാറും? കാന്തമായിട്ട് മാറും. അപ്പോ ഒരു ഇരുമ്പിന്റെ മെറ്റീരിയൽ എന്തായിട്ട് മാറി? കറണ്ട് കൊടുത്തപ്പോ കാന്തമായിട്ട് മാറി. അതായത് അത് മാഗ്നറ്റൈസ്ഡ് ആയി. അതെന്തായി? മാഗ്നറ്റൈസ്ഡ് ആയി. ഓക്കെ, അതാണ് എന്ത്? മാഗ്നറ്റൈസിങ് ഉദ്ദേശിക്കുന്നത്. ഈ മാഗ്നറ്റിക് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ നോക്കിയ മക്കളെ,
ദ സ്ട്രെങ്ത് ഓഫ് എ, ഞാൻ ഇവിടെ ഇത് കാണിച്ചു കേട്ടോ, ഞാൻ നോക്കിയേ, ഇതിന്റെ ഡെഫിനേഷൻ ഉണ്ട്, മാഗ്നറ്റിക് ഇന്റൻസിറ്റിയുടെ ഡെഫിനേഷൻ ഉണ്ട്. ദ സ്ട്രെങ്ത് ഓഫ് എ മാഗ്നറ്റ്, ദ സ്ട്രെങ്ത് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഗിവൺ പോയിന്റ്. എന്താണ് ദ സ്ട്രെങ്ത് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഗിവൺ പോയിന്റ്? സോറി, ദ സ്ട്രെങ്ത് ഓഫ് magnetic field at a given point. Okay, the strength of a magnetic field at a given point is called magnetic intensity. Is called magnetic intensity. എന്താണ് magnetic intensity എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു പോയിന്റിലെ കേട്ടാ, ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡുകൾക്ക് സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ, ഒരു മാഗ്നറ്റിക് ഫീൽഡിലെ സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? മാഗ്നറ്റിക് ഇന്റൻസിറ്റി എന്ന് വിളിക്കാൻ പറ്റും. അതായത് ഒരു പോയിന്റില്, ശ്രദ്ധിക്കട്ടാ, ഒരു പോയിന്റില്, ഒരു പോയിന്റില് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കൂടുതലാണ്. അവിടെ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കൂടുതലാണ്. ഓക്കെ ആണോ? അപ്പോ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് എന്ത്? എച്ച്, ക്യാപിറ്റൽ എച്ച്. എന്താണ്? ക്യാപിറ്റൽ എച്ച്. ക്യാപിറ്റൽ എച്ച് ഈസ് ഈക്വൽ ടു, അതിനൊരു ഇക്വേഷൻ ഉണ്ട്, ക്യാപിറ്റൽ എച്ച് ഈസ് ഈക്വൽ ടു ബി ബൈ മ്യൂ സീറോ. എന്താണ്? ക്യാപിറ്റൽ എച്ച് ഈസ് ഈക്വൽ ടു ബി ബൈ മ്യൂ സീറോ. എന്താണ്? പി ബൈ മ്യൂ സീറോ മൈനസ് എം, മൈനസ് എം. ഇനി എന്താണ് മക്കളെ വിറ്റങ്ങള്? എച്ച് എന്ന് പറഞ്ഞാൽ, എച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറ, മാഗ്നറ്റിക് ഇന്റൻസിറ്റി. സോറി, ഇവിടെ ഉണ്ട്, മാഗ്നറ്റിക് ഇന്റൻസിറ്റി. പിന്നെ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് ഇന്റൻസിറ്റി. ബി എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നറ്റിക് ഫീൽഡ്. എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ്. ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ബി എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ്. ഇനി മ്യൂ സീറോ എന്ന് പറഞ്ഞാൽ എന്താ? പെർമിയബിലിറ്റി. എന്താണ്? പെർമിയബിലിറ്റി. ഓക്കെ, മ്യൂ സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമിയബിലിറ്റി. ഇനി എം എന്താ? എം എന്താ? മാഗ്നറ്റൈസേഷൻ. എന്താണ്? മാഗ്നറ്റൈസേഷൻ. ഓക്കെ, അപ്പൊ എന്താണ് മക്കളെ? എച്ച് എന്ന് പറ, ഇതാണ് ഇക്വേഷൻ നമ്മളെ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എച്ച് ഈസ് ഈക്വൽ ടു ബി ബൈ ഓക്കെ, എച്ച് ഈസ് ഈക്വൽ ടു ബി ബൈ മ്യൂ സീറോ മൈനസ് എം. എച്ച് എന്ന് പറഞ്ഞാൽ ഫീൽഡ് മാഗ്നറ്റിക് ഇന്റൻസിറ്റി. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ്. നോക്കിയേ, ബി എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ്. എച്ച് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഇന്റൻസിറ്റി. മ്യൂ സീറോ എന്ന് പറഞ്ഞാൽ പെർമിയബിലിറ്റി. എം എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റൈസേഷൻ. എം എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റൈസേഷൻ. അപ്പോ എന്താണ് മക്കളെ മാഗ്നറ്റിക് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ? ഒരു പോയിന്റിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ്സിന്റെ സ്ട്രെങ്ത്തിനെ നമ്മൾ വിളിക്കുന്ന പേര്. അതായത് ഒരു പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ്സിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മാഗ്നറ്റിക് ഇന്റൻസിറ്റി. ഓക്കെ, അപ്പോ മാഗ്നറ്റിക് ഇന്റൻസിറ്റിന്റെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ക്യാപിറ്റൽ എച്ച്. ഇക്വേഷൻ എന്താണ്? എച്ച് ഈസ് ഈക്വൽ ടു ബി ബൈ മ്യൂ സീറോ മൈനസ് എം. പി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ്, മ്യൂ സീറോ എന്ന് പറഞ്ഞാൽ പെർമിയബിലിറ്റി, എം എന്ന് പറഞ്ഞാൽ മാഗ്നറ്റൈസേഷൻ. ഏത്? ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്തതിലോട്ട് പോകാം. എന്താണ് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി? സോറി, മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ കൈ. എന്താണ്? കൈ. സോറി, കൈ ആയില്ലല്ലോ. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ കൈ. ഏത്? മനസ്സിലായ? മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ കൈ. ഇനി എന്താണ് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി? ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, സസെപ്റ്റബിലിറ്റിയുടെ ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. എന്താണ് ഇക്വേഷൻ? നോക്ക്, ഇവിടെ നോക്ക്, ഞാൻ പറഞ്ഞുതരാം. നോക്കി, കൈ ഈസ് ഈക്വൽ ടു എം ബൈ എച്ച്. ഞാൻ ഇവിടെ എഴുതി തരാം. കൈ ഈസ് ഈക്വൽ ടു എം ബൈ എച്ച്. കൈ ഈസ് ഈക്വൽ ടു എം ബൈ എച്ച്. കുഴപ്പമില്ല, കൈ ഈസ് ഈക്വൽ ടു എം ബൈ എച്ച്. ഇനി ഇതിന്റെ ഡെഫിനിഷൻ എങ്ങനെ എഴുതും?
സാറ് ഇതിന്റെ ഡെഫിനിഷൻ എങ്ങനെ സാറാണെങ്കിൽ എങ്ങനെ എഴുതും? ഞാനാണെങ്കിൽ ഇത് ഇങ്ങനെ എഴുതും. കൈ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദി എന്താണ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദി നോക്കിയേ ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ എന്താണ് ഇസ് ദ റേഷ്യോ മനസ്സിലായ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ് ബൈ അല്ലെ റേഷ്യോ ബിറ്റ്വീൻ എന്തിന്റെയൊക്കെയാണ് റേഷ്യോ നോക്കിയേ മാഗ്നറ്റൈസേഷന്റെ മാഗ്നറ്റിക് ഇന്റൻസിറ്റിയുടെ പറയാ is the ratio between magnetization and magnetic intensity is called magnetic susceptibility. എഴുതി കാണിച്ചതരാം നോക്കിയേ magnetic susceptibility is defined as the it is the ratio between എന്തിന്റെയൊക്കെ റേഷ്യോ ആണ് നോക്കിയേ ആദ്യം മാഗ്നറ്റൈസേഷൻ ആൻഡ് മാഗ്നറ്റൈസേഷൻ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എം എന്താണ് എം മാഗ്നറ്റൈസേഷൻ ഡിനോട്ട് ചെയ്യണത് എം മാഗ്നറ്റൈസേഷൻ ആൻഡ് മാഗ്നറ്റിക് ഇന്റൻസിറ്റി മാഗ്നറ്റിക് ഇന്റൻസിറ്റി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എച്ച് ഓക്കെ എന്താണ് മക്കളെ magnetic susceptibility is defined as it is the ratio between magnetization and magnetic intensity എന്താണ് magnetic susceptibility എന്ന് പറഞ്ഞാൽ അത് ratio between magnetization and magnetic intensity ആണ് സാർ that's all അതാണ് അപ്പൊ അതിന് ഡെഫിനിഷൻ പഠിക്കണമെന്നില്ല എന്ത് പഠിച്ചാ മതി പറ ഇക്വേഷൻ പഠിച്ചാ മതി chi is equal to m/h കുഴപ്പമില്ലല്ലോ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തിലോട്ട് പോവാം മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്താണ് സാർ മാഗ്നറ്റിക് പെർമിയബിലിറ്റി നോക്കിയേ മാഗ്നറ്റിക് പെർമിയബിലിറ്റി mu equal to b/h മാഗ്നറ്റിക് പെർമിയബിലിറ്റി equal to mu equal to mu എന്താ mu എന്ന് പറഞ്ഞാലാണ് എന്ത് പെർമിയബിലിറ്റി mu എന്ന് പറഞ്ഞാൽ എന്താണ് പെർമിയബിലിറ്റി മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഓക്കെ മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഈസ് ഈക്വൽ ടു b/h അപ്പോ ഇതിന്റെ ഡെഫിനിഷൻ എങ്ങനെ പറയാൻ പറ്റും നിങ്ങൾ പറയൂ ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് എന്തിന്റെയൊക്കെ റേഷ്യോ പറ മാഗ്നറ്റിക് ഫീൽഡിന്റെ റേഷ്യോ മാഗ്നറ്റിക് ഫീൽഡിന്റെ പിന്നെന്തിന്റെ magnetic intensity. It is the ratio between magnetic field and magnetic intensity. എന്താണ് മക്കളെ മാഗ്നറ്റിക് പെർമിയബിലിറ്റി mu ആണ് എന്ത് ചെയ്യുന്നത് മാഗ്നറ്റിക് പെർമിയബിലിറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇനി mu ഈക്വൽ ടു എന്താണ് സാർ b/h ആണ് സാർ എന്താണ് സാർ b/h ആണ് സാർ mu equal to b/h ആണ് അപ്പോ അതിന്റെ ഡെഫിനിഷൻ എങ്ങനെ പറയാൻ പറ്റും it is the ratio between magnetic field and magnetic intensity it is the ratio between magnetic field and magnetic intensity മക്കളെ സെറ്റ് ആയി വിചാരിക്കുന്നു മക്കളെ എല്ലാവരും ഫോളോ ചെയ്യണില്ലേ കുഴപ്പമില്ലല്ലോ സിമ്പിൾ അല്ലേ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റല്ലേ ഇല്ലേ ഓക്കെ ഒന്നുകൂടെ പറയണോ ഇത് എന്താണ് ആദ്യം തൊട്ട് പറഞ്ഞുതരാം മാഗ്നറ്റിക് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് the magnetic field the strength of a magnetic field at a given point ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത് മാഗ്നറ്റിക് ഇന്റൻസിറ്റി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എച്ച് ആണ് എച്ച് ഈസ് ഈക്വൽ ടു b/mu 0 മൈനസ് എം എന്താണ് ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ബി എന്ന് പറഞ്ഞാൽ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് mu 0 എന്ന് പറഞ്ഞാൽ എന്താണ് പെർമിയബിലിറ്റി ആണ് ഓക്കെ പെർമിയബിലിറ്റി എം എന്ന് പറഞ്ഞാൽ എന്താണ് മാഗ്നറ്റൈസേഷൻ
ഇനി മക്കളെ എന്താണ് മക്കളെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി? ഞാൻ പറയും ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ എന്താണ് എം എന്ന് പറയുന്ന മാഗ്നറ്റൈസേഷൻ. ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ മാഗ്നറ്റൈസേഷൻ ആൻഡ് മാഗ്നറ്റിക് ഇന്റൻസിറ്റി ആണ് സാർ. അല്ലേ സാർ? അതെ സാർ. കൈ ഈസ് ഈക്വൽ ടു എം ബൈ എച്ച് ആണ് സാർ. കൈ ഈസ് ഈക്വൽ ടു എം ബൈ എച്ച് ആണ് സാർ. അങ്ങനെയാണെങ്കിൽ അടുത്ത മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്താണ് മക്കളെ? ഞാൻ പറഞ്ഞു തരാം. എന്താണ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി? മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ മ്യൂ ആണ് സാർ. ഡിനോട്ട് ചെയ്യുന്നത് മ്യൂ ആണ്. മ്യൂ ഈക്വൽ ടു എന്താണ് സാർ? ബി ബൈ എച്ച് ആണ് സാർ. ഈക്വൽ ടു എന്താണ്? ബി ബൈ എച്ച്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ എങ്ങനെ പറയും? ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി. ഓക്കെ അല്ലേ സാർ? സെറ്റ് അല്ലേ സാർ? അതെ സാർ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ മക്കളെ. അപ്പൊ മക്കളെ 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ? ഒരു ഡെറിവേഷൻ ആണ്. ഓക്കെ, ഒരു ഡെറിവേഷൻ ആണ്. സിമ്പിൾ ഡെറിവേഷൻ ആണ്. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഡെറിവേഷൻ ആണ്. പക്ഷെ ഈ ചാപ്റ്ററിനകത്ത് ആകെ ഒറ്റ ഡെറിവേഷൻ ഉള്ളൂ. ഈ ചാപ്റ്ററിനകത്ത് ആകെ ഒറ്റ ഡെറിവേഷൻ ഉള്ളൂ. അപ്പൊ നമ്മൾ അത് പഠിക്കാണ്ട് വേറെ നിവർത്തിയില്ല. അതാണ് വിഷയം. അപ്പൊ നിങ്ങൾ നോക്കിയേ, നമുക്ക് പഠിക്കാം. നിങ്ങൾ നോക്കിയേ, റിലേഷൻ കണക്ട്. എന്താണ് ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ ചോദിക്കാം. റിലേഷൻ കണക്റ്റിൻ റിലേറ്റീവ് പെർമിയബിലിറ്റി. എന്താണ് റിലേറ്റീവ് പെർമിയബിലിറ്റി? പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ മ്യൂ ആണ് സാർ. അതെ സാർ. റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ മ്യൂ ആർ. ഇതാണ് റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ മ്യൂ ആർ. ആൻഡ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കൈ. ഓക്കെ, മ്യൂആറും കൈയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. മ്യൂആറും കൈയും തമ്മിലുള്ള റിലേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ ആണ്. സിമ്പിൾ ആണ്. ഞാൻ ഇത് ഇപ്പൊ കാണിച്ചു തരാം. ഓക്കെ, അപ്പോ കൺസിഡർ എ ലോങ് സോളിനോയിഡ് ഓഫ് n turns. Okay, n turns per unit length L and carrying a current I. അത് നോക്കണ്ട. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ P ഈക്വൽ ടു μ0 into H plus M. P is equal to μ0 into H plus M. ഈ ഒരു സാധനം നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഈ ഒരു സാധനം നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിട്ടുണ്ടായിരിക്കണം. B is equal to μ0 into H plus M. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി, കൈ ഈക്വൽ ടു ഇവിടെ കാണാം മക്കളെ നിങ്ങൾ. കൈ ഈക്വൽ ടു M by H എന്ന് പറഞ്ഞ ഇക്വേഷൻ, സസെപ്റ്റിബിലിറ്റിയുടെ ഇക്വേഷൻ അല്ലെ? കാണില്ല അല്ലെ? സസെപ്റ്റിബിലിറ്റിയുടെ ഇക്വേഷൻ എന്താണ് മക്കളെ? നിങ്ങൾ തന്നെ പറ. ഓക്കെ, കൈ ഈക്വൽ ടു M by H ആണ്. കൈ ഈക്വൽ ടു എന്താണ്? M by H ആണ്. അപ്പോ M ഈക്വൽ ടു എന്തായിരിക്കും? M ഈക്വൽ ടു എന്തായിരിക്കും? H ഇങ്ങോട്ട് പോകുമ്പോൾ കൈ ഇൻറ്റു H എന്നാവും. ഓക്കെ, H ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? M ഈക്വൽ ടു കൈ ഇൻറ്റു H എന്നാവും. കണ്ട M ഈക്വൽ ടു കൈ ഇൻറ്റു H. ഇതൊക്കെ ഇവിടെ ഒരു M വേണ്ട. നിങ്ങൾ ഇവിടെ ഒരു M വേണ്ട. അപ്പൊ കണ്ട് എന്ത് ചെയ്താ? എമ്മിന് പകരം എന്ത് ചെയ്ത് കൊടുക്കുക? കൈ ഇൻറ്റു H ഇട്ട് കൊടുക്കും. ഓക്കെ, B is equal to μ0 into H plus M ന് പകരം എന്ത് ചെയ്ത് കൊടുക്കുക? കൈ ഇൻറ്റു H ഇട്ട് കൊടുക്കുക. കുഴപ്പമുണ്ടോ? സിമ്പിൾ ആണ്. നിങ്ങൾ നോക്കിയേ, നിങ്ങൾ തന്നെ പറ. ഇവിടെ ഒരു H, ഇവിടെ ഒരു H. എന്ത് ചെയ്യണം? പുറത്തോട്ട് എടുക്കണം. പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ P ഈക്വൽ ടു പറഞ്ഞേ. B ഈക്വൽ ടു μ0. H കോമൺ ആയതുകൊണ്ട് പുറത്ത്. H പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ആരുണ്ട്? രണ്ട് സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. H നെ പുറത്തോട്ട് ബാക്കി ഒരു 1 ഉണ്ട്. ബാക്കി എന്തുണ്ട്? ഒരു 1 ഉണ്ട്. പിന്നെ എന്നിട്ട് അപ്പുറത്ത് ഒരു പ്ലസ് ഉണ്ട്. ഇനി ബാക്കിൽ എന്തുണ്ട്? ഒരു കൈ ഉണ്ട്. ഓക്കെ, ഇതാണ് എന്ത്? ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഇനി ഇത് എന്തിന്റെ ഇക്വേഷൻ ആണ്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ്. P ഈക്വൽ ടു എന്നല്ല വന്നത്. അപ്പൊ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ്. ഇനി ഇൻ പ്രസൻസ് ഓഫ് മീഡിയം നോക്കിട്ടാ, ഞാൻ ഇവിടെ എഴുതാം. ഇൻ പ്രസൻസ് ഓഫ് മീഡിയം ആണെങ്കിൽ, എന്താ പറഞ്ഞ? ഇൻ പ്രസൻസ് ഓഫ് മീഡിയം ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് എന്ത്? P ഈക്വൽ ടു മ്യൂ ഇൻറ്റു H. എന്താ പറഞ്ഞ? ഇൻ പ്രസൻസ് ഓഫ്, അതായത് ഇപ്പോ നമ്മള് ഒരു സോളിനോയിഡ് എടുത്തെന്ന് വിചാരിക്കാം. ഇതിന്റെ അകത്ത് എന്തുണ്ട്? ഒരു മെറ്റീരിയൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സോളിനോയിഡ് എടുത്തു. എന്ത് കൊടുത്തു? കറണ്ട് I കൊടുത്തു. ഏരിയ A ആണ്. ലെങ്ത് L ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ലെങ്ത് L ആണെന്ന് വിചാരിക്കാം.
അപ്പോ ആദ്യം ഇതില് ഒന്നുമില്ല, ഒരു മെറ്റീരിയൽ ഒന്നും ഇല്ലാന്ന് വിചാരിക്കും, ആ വരച്ചേക്കണ വരി ഇല്ലാന്ന് വിചാരിക്കാം. അങ്ങനെ ആകുമ്പോഴാണ് ഈ ഇക്വേഷൻ വരുന്നത് ബി ഈക്വൽ ടു മ്യൂ സീറോ എച്ച് ഇൻറ്റു 1 പ്ലസ് കൈ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അകത്തോട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഓരോ മീഡിയം അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം എടുത്ത് വെച്ചു. ഓക്കെ, എന്തെങ്കിലും സാധനം എടുത്ത് വെച്ചു. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ ഇക്വേഷൻ ആണ് എന്ത്, ബി ഈക്വൽ ടു മ്യൂ ഇൻറ്റു എച്ച്. അങ്ങനെ ഞാൻ ഒരു കാര്യം പറ്റും മക്കളെ, മ്യൂ എന്ന് പറഞ്ഞാലേ എന്താണെന്നറിയോ, മ്യൂ 0 ഇൻറ്റു മ്യൂ ആർ ആണ്. മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, മ്യൂ 0 ഇൻറ്റു മ്യൂ ആർ ആണ്. നോക്കട്ടാ, മ്യൂ ഈക്വൽ ടു എന്താണ്, മ്യൂ 0 ഇൻറ്റു മ്യൂ ആർ ആണ്. അപ്പൊ നിങ്ങൾ പറ എന്ത് ചെയ്യും, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, നോക്കിയേ ബി ഈക്വൽ ടു മ്യൂവിന് പകരം എന്ത് ചെയ്തു, മ്യൂ 0 ഇൻറ്റു മ്യൂ ആർ, ബാക്കി എന്തുണ്ട് എച്ച്. ഇതാണ് എന്തിന്റെ ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ. ഇതാണ് എന്തിന്റെ ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ. ഒന്നാമത്തെ ഇക്വേഷൻ ഇത് ബി ഈക്വൽ ടു മ്യൂ 0 എച്ച് ഇൻറ്റു 1 പ്ലസ് കൈ. രണ്ടാമത്തെ ഇക്വേഷൻ ബി ഈക്വൽ ടു മ്യൂ 0 മ്യൂ ആർ എച്ച്. നിങ്ങൾ പറ, നിങ്ങൾ തന്നെ പറയണം. നോക്കിയേ, ലെഫ്റ്റ് സൈഡ് ബി, അതായത് എൽ എച്ച് എസ് രണ്ടും എന്താണ്, സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ആർ എച്ച് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അപ്പൊ ആർ എച്ച് സെയിം ആക്കാൻ എന്ത് ചെയ്യും നിങ്ങൾ, ഇത് നോക്കിയേ, മ്യൂ 0 എച്ച് ഇൻറ്റു 1 പ്ലസ് കൈ ഇൻറ്റു 1 പ്ലസ് കൈ. ഒന്നാമത്തെ ഇക്വേഷൻ ഞാൻ എഴുതി, ഈക്വൽ ടു രണ്ടാമത്തെ ഇക്വേഷൻ ഏതാ മോനെ, മ്യൂ 0 മ്യൂ ആർ എച്ച്. ഓക്കെ, പറഞ്ഞ എഴുതിയ കാര്യം മനസ്സിലായ, ബിയും അതായത് എൽ എച്ച് എസ് രണ്ടും സെയിം ആണ്. അപ്പൊ എന്ത് ചെയ്യും, ആർ എച്ച് എസ് സെയിം ആയിരിക്കും. മ്യൂ 0 എച്ച് ഇൻറ്റു 1 പ്ലസ് കൈ ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു മ്യൂ ആർ. നോക്കിയേ എന്തൊക്കെ വെട്ടിക്കളയാൻ പറ്റും, നിങ്ങൾ വെട്ടിക്കളയാൻ മക്കളെ അങ്ങോട്ട്. നോക്കിയേ മ്യൂ 0 ഞാൻ വെട്ടിക്കളയും, പിന്നെ എച്ചും അത് അത്രേ ഉള്ളൂ. ബാക്കി എന്ത് വരും, ബാക്കി ഇത് എഴുതിയ കാണൂല അല്ലെ. ഓക്കെ, ബാക്കി എന്ത് വരും നോക്കിയേ, ഇവിടെ 1 പ്ലസ് കൈ ഈക്വൽ ടു എന്ത് വരും, മ്യൂ ആർ വരും. ഓക്കെ ആണോ, മ്യൂ ആർ ഈക്വൽ ടു 1 പ്ലസ് കൈ. ഓക്കെ, ഇതാണ് എന്തിന്റെ ഇക്വേഷൻ, ഇക്വേഷൻ അല്ല, റിലേഷൻ. ഇങ്ങോട്ട് നോക്കിയേ, ഇനി നിങ്ങൾ പറ മ്യൂ ആർ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ റിലേറ്റീവ് പെർമിയബിലിറ്റി. മ്യൂ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, റിലേറ്റീവ് പെർമിയബിലിറ്റി. കൈ എന്ന് പറഞ്ഞാൽ എന്താണ്, മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി. അവന്മാര് തമ്മിലുള്ള റിലേഷൻ ആണ് എന്ത്, മ്യൂ ആർ ഈക്വൽ ടു 1 പ്ലസ് കൈ. എന്താണ്, മ്യൂ ആർ ഈക്വൽ ടു 1 പ്ലസ് കൈ. മ്യൂ ആർ ഈക്വൽ ടു 1 പ്ലസ് കൈ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മ്യൂ ആർ ഈക്വൽ ടു എന്താണ്, 1 പ്ലസ് കൈ. ഇതാണ് ഇവന്മാര് തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, സിമ്പിൾ അല്ലേ, എന്താണ് ഞാൻ ഇവിടെ ചെയ്തത്, ഈ ഇക്വേഷൻ നിങ്ങൾ കാണാണ്ട് പഠിക്കണം. ഓക്കെ, ആദ്യം തൊട്ട് ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്, റിലേറ്റീവ് പെർമിയബിലിറ്റിയുടെയും മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റിയുടെയും റിലേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ പറ, ആദ്യം ഈ ഇക്വേഷൻ കാണാണ്ട് പഠിക്കുക. എന്താണ്, ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 എച്ച് പ്ലസ് എം. മ്യൂ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിയബിലിറ്റി ഓഫ് എയർ 0 ആയതുകൊണ്ട്. ഇനി എച്ച് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഇന്റൻസിറ്റി. എം എന്ന് പറഞ്ഞാൽ മാഗ്നറ്റൈസേഷൻ. ഓക്കെ, എമ്മിന് എന്ത് കൊടുത്തു, എം ഈക്വൽ ടു കൈ എച്ച് എന്ന് കൊടുത്തു. അപ്പൊ എമ്മിന് പകരം കൈ ഇൻറ്റു എച്ച് വന്നു. പിന്നെ ബി ഈക്വൽ ടു മ്യൂ 0, ഇവിടെ എച്ച് കോമൺ പുറത്തോട്ട് എടുത്ത് 1 പ്ലസ് കൈ എന്ന് വരും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി ഇൻ പ്രസൻസ് ഒരു മീഡിയം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ മാറും, ബി ഈക്വൽ ടു മ്യൂ എച്ച് എന്നാവും. ഇനി മ്യൂ ഈക്വൽ ടു മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, മ്യൂ 0 മ്യൂ ആർ. മ്യൂ എന്ന് പറഞ്ഞാൽ മ്യൂ 0 മ്യൂ ആർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, ലെഫ്റ്റ് സൈഡ് എൽ എച്ച് എസ് രണ്ടും ഈക്വൽ, ബി ആണ്, രണ്ടും ബി ആണ്. അങ്ങനെയാണെങ്കിൽ ആർ എച്ച് എസും തന്നെ ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. നിങ്ങൾ പറ, മ്യൂ 0 എച്ച് ഇൻറ്റു 1 പ്ലസ് കൈ ഈക്വൽ ടു മ്യൂ 0 മ്യൂ ആർ എച്ച്. എല്ലാം വെട്ടിക്കളയത്, മ്യൂ 0 വെട്ടിക്കളയാ, എച്ച് വെട്ടിക്കളയാ, ബാക്കി എന്തുണ്ട്, മ്യൂ ആർ ഈക്വൽ ടു എന്ത് വരും, മ്യൂ ആർ ഈക്വൽ ടു 1 പ്ലസ് കൈ. സിമ്പിൾ സാധനല്ലേ, ചോദിച്ച പട്ടേന്ന് പറഞ്ഞ എഴുതൂലേ, അത്ര തന്നെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതിലോട്ട് പോവാം. അടുത്തത് മക്കളെ വെരി വെരി ഇമ്പോർട്ടന്റ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇത് വന്നില്ലെങ്കിൽ ഇത് വരാണ്ടിരിക്കില്ല, ഞാൻ ഒന്നും പറയല, ഇത് ഉറപ്പായിട്ടും വരും. നിങ്ങൾ എന്റെ പേര് ഓർക്കും, ഇത് വന്നതിന്റെ പുറത്ത് ഫയാസ് എം ജെ ഫയാസ്. ഓക്കെ, എം ജെ സാർ പറഞ്ഞിട്ട് അല്ല, ഫയാസ് സാർ പറഞ്ഞിട്ടുണ്ട് എന്ത്, ഇത് വരും, ഇത് വന്നിരിക്കും, ഉറപ്പാണ്. എന്താണ് സംഭവം നമുക്ക് നോക്കാം. കമോൺ, റൈറ്റ് എനി 4 ഡിഫറൻസ് ബിറ്റ്വീൻ ഡയാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്. ഓക്കെയാണോ?
ഇവന്മാര് മൂന്നിലുള്ള 3 പേരുടെ എന്ത് ഡിഫറൻസ് നമുക്ക് പോവാം. അതിനു മുന്നിൽ ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. എന്താ? പോട്ടെ, നമ്മുടെ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് അറിയാം അവസ്ഥ. ക്ലാസ്സിൽ 3 തരം പിള്ളേരാണുള്ളത്. ഒന്ന് പഠിക്കണ പിള്ളേര്, നമ്മളെ കളിയാക്കി എന്ത് വിളിക്കും? പഠിപ്പിന്ന് വിളിക്കും അല്ലേ? ഞാനും അങ്ങനെ അല്ല, ഞാൻ അങ്ങനെയൊക്കെ വിളിച്ചോണ്ടിരുന്നുണ്ടായി. അതെ, പഠിപ്പി പിള്ളേര്. പിന്നെ ആവറേജ് പിള്ളേര്, ഞാനൊക്കെ ആ കാറ്റഗറിയാ, ഞാനൊക്കെ ആവറേജ് ആയിരുന്നു. പിന്നെന്താ? ബിലോ ആവറേജ്, അതായത് ഉഴപ്പന്മാര്. ബിലോ ആവറേജ് അതായത് അവർക്ക് പഠിക്കാൻ താല്പര്യമില്ല, അങ്ങനത്തെ ടീംസ്. മറ്റേ ആവറേജ് പിള്ളേർക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് കുറച്ച്, അവന്മാർക്ക് കഴിവിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവന്മാര് എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പഠിക്കാൻ പിള്ളേർ അറിയാലോ, അവന്മാർക്ക് ഫുൾ കോൺസെൻട്രേഷൻ പഠിപ്പിലായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളൊരു കാര്യം ആലോചിക്കുക. ക്ലാസ്സിൽ ഒരു ടീച്ചർ വന്നു കഴിഞ്ഞാല്, ഓക്കെ, ഈ ക്ലാസ്സിൽ എന്തായിരിക്കും അവസ്ഥ? ക്ലാസ്സിലെ അവസ്ഥ എന്തായിരിക്കും? പഠിക്കുന്ന പിള്ളേര് എന്ത് ചെയ്യും? ക്ലാസ്സിലെ ടീച്ചർ അനുസരിച്ചിരിക്കും അല്ലെ? പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കും. പിന്നെന്താണ്? ആവറേജ് പിള്ളേരും കേൾക്കും അല്ലെ? കുറച്ച് കേൾക്കും, കുറച്ചൊരു ഇതിട്ടാണെങ്കിലും കുറച്ച് എന്ത് ചെയ്യും? ആവറേജ് പിള്ളേരും അതൊക്കെ ക്ലാസ്സിൽ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. പക്ഷെ മറ്റവന്മാർ എന്ത് ചെയ്യില്ല? ക്ലാസ്സിൽ എടുക്കുന്ന കാര്യം ശ്രദ്ധിക്കില്ല, ടീച്ചർമാർ പറയുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കില്ല, നേരെ ഓപ്പോസിറ്റ് ചെയ്യും. ആ കൺസെപ്റ്റ് കൊണ്ടുവരിക. അപ്പോ ഫെറോ മാഗ്നറ്റ് എന്ന് പറയുന്നത് എന്താണെന്നാ? ഫെറോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? അതെ, പഠിപ്പികൾ. ഓക്കെ, പഠിപ്പികൾ. പാരാമാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് പിള്ളേര്. ഓക്കെ, ഇനി ഡയാമാഗ്നറ്റ് എന്ന് പറയുന്നത് ബിലോ ആവറേജ് പിള്ളേര്. ആവറേജിലും താഴത്തെ പോണ പിള്ളേര്. നോക്കിയേ, ഫസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ക്ലാസ്സിൽ ഒരു ടീച്ചർ വന്നു കഴിഞ്ഞാല് ഈ ക്ലാസ് എടുക്കുമ്പോ അല്ലെങ്കിൽ ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞാല് ഇവന്മാര് വല്ലതും കേൾക്കോ? കേൾക്കൂല. കാരണം എന്താ? ഇവന്മാർക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. അതായത് വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ആണ് ഇവന്മാരെന്താണ്? വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ആണ്. ഇവന്മാർക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. സാർ ഒരു കാര്യം പറഞ്ഞാൽ ഇവന്മാർ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യും അല്ലേ? സാർ ഒരു കാര്യം പറയും, എടാ അതൊന്നും ചെയ്യടാ, താമ്പടും, അത് സംഭവം അല്ലെ? പറയുന്ന ഒരു കാര്യത്തിന് നേരെ ഓപ്പോസിറ്റ് സംഭവം. സെയിം സാധനം ഇതാണ്. അതായത് ഇത് വേറൊരു രീതിക്ക് പറയാ. എങ്ങനെ പറയാ? നോക്കിയേ, ഇപ്പൊ ഒരു മെറ്റീരിയൽ ഞാൻ ഇവിടെ എടുത്തു. ഓക്കെ, അതിനെന്ത് ചെയ്തു? കറണ്ട് കൊടുത്തു. കറണ്ട് കൊടുക്കേണ്ട. അപ്പോ കറണ്ട് കൊടുക്കുമ്പോ ഇതെന്താവും? മാഗ്നറ്റ് ആവും. ഓക്കെ, ഇപ്പൊ ഒരു മെറ്റീരിയൽ, ഒരു ഇരുമ്പും കട്ടന ഞാൻ എന്ത് ചെയ്തു? സോളിനോയിഡ് പോലെ ചുറ്റിയിട്ട് എന്ത് ചെയ്തു? കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇരുമ്പ് കട്ട എന്താവും? മാഗ്നറ്റ് ആവും. ഓക്കെ, മാഗ്നറ്റ് ആവും. അപ്പൊ ആ വെക്കുന്ന മെറ്റീരിയൽ അത് ചിലപ്പോ എന്താവും? ഡയാമാഗ്നറ്റ് ആവും, ചിലപ്പോ എന്താവും? പാരാമാഗ്നറ്റ് ആവും, ചിലപ്പോ ഫെറോ മാഗ്നറ്റ് ആവും. ഓക്കെ, അതിന്റെ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോ നിങ്ങൾ ആലോചിക്കുക, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോൾ അതിന്റെ ഡയറക്ഷനോട് ഓപ്പോസിറ്റ് ആയിരിക്കും ആര്? ഡയാമാഗ്നറ്റുകൾ അല്ലെ? സാറ് വന്നു കഴിഞ്ഞാല് സാറ് പറയുന്ന ഒരു കാര്യത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആരും എന്ത് ചെയ്യണത്? ബിലോ ആവറേജ് പിള്ളേര് ചെയ്യണത്. ഓക്കെ, അവന്മാർക്ക് പിന്നെ എന്തില്ല? പഠിക്കാൻ താല്പര്യമില്ല. അവന്മാര് വീക്ക്ലി ഇൻട്രസ്റ്റഡ് ആണ്, അതായത് വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ആണ്. മാഗ്നറ്റൈസ്ഡ് ആണ്. അപ്പോൾ ഡയാമാഗ്നറ്റിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഈ കാര്യമാണ് ആലോചിക്കുന്നത്. അവന്മാർക്ക് പഠിക്കാൻ താല്പര്യമില്ല, അതായത് അവന്മാര് വീക്ക്ലി ഇൻട്രസ്റ്റഡ് ആണ്, അതായത് വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ആണ്. ഓക്കെ, വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ആണ്. പിന്നെ എന്താണ്? ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വന്നാൽ, അതായത് പുറത്തുനിന്ന് ഒരു സാറ് വന്നാൽ സാറ് പറയുന്ന ഒരു കാര്യത്തിനോട് അവന്മാർ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലൂടെ അവന്മാർ എന്ത് ചെയ്യുന്നത്? പോണത്. അപ്പോ ഇതൊരു വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ആണ്, ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഫീൽഡ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ആവറേജ് പിള്ളേരുടെ അടുത്താണ് ഇങ്ങനെ ഒരു കാര്യം പറയണത്. അവന്മാരെന്താണ്? വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ആണ്. അതായത് അവന്മാർക്കും എന്താണ്? ഒരു മോഡറേറ്റ് ആണ്. അവന്മാർക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ താല്പര്യമൊക്കെ ഉണ്ട് അല്ലെ? താല്പര്യമൊക്കെ ഉണ്ട്. പിന്നെന്താണ്? പഠിക്കണ്ടേ? വേറെ ഉത്തം പറയണേ, വേണ്ട ക്ലാസ് കട്ടിയാളാ. ഓക്കെ, ഇതാണ് മൂഡ്. ആവറേജ് പിള്ളേരൊക്കെ അങ്ങനെയാണ്. അപ്പൊ അവന്മാരെ നമുക്ക് എന്തി കൂട്ടാ? ഒരു ഇൻട്രസ്റ്റിംഗ് അല്ലാതെ, ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയാൻ എന്താണ്? ഫോക്കസ് ഏത്? സാറ് പറയുന്നു, കേൾക്കുന്നു, എഴുതുന്നു, പഠിക്കുന്നു, അതാണ് മൂഡ്, അതാണ് നേരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ ഇവന്മാരെന്താണ്? ഒരു വീക്ക്ലി ഇൻട്രസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ആണ്. എന്നാൽ പോലും സാറ് പറയുന്നതിനോട് ഒരു ഒരു ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ സാറ് പറയുന്നതോട് അവന്മാർക്ക് എന്താ? കുറച്ച് പഠിക്കാൻ ആഗ്രഹം ഉള്ളതുകൊണ്ട് ഇവന്മാരെന്ത് ചെയ്യും? സാറ് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. നിങ്ങൾ ആലോചിക്കുക, ആവറേജ് പിള്ളേര് ഭയങ്കര ക്ലാസ്സിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. സാറ് പറയണ പോലെ അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയണ പോലെ എന്ത് ചെയ്യും? കേൾക്കും.
അല്ലെ? ഭയങ്കര ഉഴപ്പന്മാരാണെന്നും പറഞ്ഞാൽ കേൾക്കത്. പക്ഷെ ബാക്കിയുള്ളവന്മാര് ഒരു ആവറേജ് പിള്ളേരൊക്കെ അവന്മാരൊക്കെ എന്ത് ചെയ്യും? അവന്മാർക്ക് സ്നേഹം ഉണ്ടാവും മനസ്സിൽ. എന്നെ പോലെ ഞാനൊക്കെ ഭയങ്കര സ്നേഹമുള്ള വെച്ചാൽ ഞാനൊന്നും ടീച്ചർമാരൊന്നും വെറുപ്പിച്ചില്ല. എന്നെ പഠിപ്പിച്ച് ചെയ്ത ടീച്ചർമാരത്തോട് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ നിങ്ങൾ ആലോചിച്ചു അവര് അല്ല ആര് ആവറേജ് പിള്ളേർ എന്താണ്? വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് അല്ലെങ്കിൽ അവർ വീക്ക്ലി ഇൻട്രസ്റ്റഡ് ആണ്. ഓക്കെ, വീക്ക്ലി എന്തിനോട്? പഠിപ്പിനോട്. പിന്നെ അവരെന്ത് ചെയ്യും? ഡയറക്ഷൻ ഓഫ് എക്സ്ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എക്സ്ചേഞ്ച് ഫീൽഡ്. അതായത് പുറത്തുനിന്ന് ഒരു സാറ് വന്നാലും ഒരു കാര്യം പറയുമ്പോ അവരെന്ത് ചെയ്യും? അവർ അതേപോലെ കേൾക്കും. ഇപ്പോ സാർ അങ്ങോട്ട് പോകാൻ പറഞ്ഞ് ഉമാരങ്ങോട്ട് പോകും. ഏത്? അതാണ് സംഭവം. അതായത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനോട് ഇൻ ദ ഡയറക്ഷൻ ആണ്. ഇവന്മാര് വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ആണ്. ഇവന്മാരെന്താണ്? വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ആണ്. ഒപ്പം ഇവന്മാരെന്ത് ചെയ്യും? ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വന്നാൽ അവന്മാർ അതിന്റെ ഒപ്പം പോകും. ഓക്കെ, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വന്നാൽ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യും? ഈ പാരാമാഗ്നറ്റുകൾ പോകും. എന്നാൽ പഠിപ്പികൾ ഞാൻ കളിയാക്കണമല്ലോ അവന്മാര് നന്നായി. ഞാൻ കളിയാക്കുക ചെയ്യും. പക്ഷേ അറിയാലോ, പഠിക്കണം. ഏതൊരു കൊച്ചായാലും പഠിക്കണം. ആവറേജ് ആയാലും പഠിക്കണം അല്ലെ? പഠിക്കാണ്ട് എന്താ ഈ ലോകത്ത് ഒന്നും പറയല. നിങ്ങൾക്ക് ഞാൻ ബോറാം. അപ്പോ ഞാൻ കളിയാക്കണല്ലോ കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് പറയണേ. പഠിപ്പികൾ എന്ന് ഉദ്ദേശിക്കണത് പഠിപ്പികൾ അതന്നെ. അപ്പോ പഠിപ്പികൾ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? ഫെറോ മാഗ്നറ്റുകളാണ്. ഫെറോ മാഗ്നറ്റുകൾ. അപ്പൊ ഈ ഫെറോ മാഗ്നറ്റുകൾ എന്താണ്? സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ് ആണ്. കുമാരൻ എന്താണ്? സ്ട്രോങ്ലി. അതായത് ഉമ്മാരി കട്ടൊക്കെ പഠിക്കാനായിട്ട് നിൽക്കുകയാണ്. ബാസാറെ പാട്ടാ അടുത്ത പറ എന്നൊക്കെ പറഞ്ഞിട്ട് മാരി അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇവന്മാർ എന്താണ്? സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ് ആണ്. ഇവന്മാർ എന്താണ്? സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ് ആണ്. പിന്നെ ഇവന്മാരെന്ത് ചെയ്യും? സാറ് പറയേണ്ട താമസം മോനെ പോ ബാ. അതാണ് അവന്മാര് പറയുമ്പോ തന്നെ എന്താണ്? എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനോടൊപ്പം എന്തായിരിക്കും? ഇൻ ദ ഡയറക്ഷൻ ആയിരിക്കും. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനോടൊപ്പം എന്തായിരിക്കും? ഇൻ ദ ഡയറക്ഷൻ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടും. ഓക്കെ, ഈ പോയിന്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി മറക്കാൻ പോലുള്ള. അപ്പൊ എന്താണ്? ഫെറോമാഗ്നറ്റ് എന്ന് പറയുന്ന പഠിപ്പികൾ, പാരാമാഗ്നറ്റ് എന്ന് പറയുന്ന ആവറേജ് സ്റ്റുഡൻസ്, ഡയാമാഗ്നറ്റ് എന്ന് പറയുന്ന ബിലോ ആവറേജ് സ്റ്റുഡൻസ്. ബിലോ ആവറേജ് സ്റ്റുഡൻസ് എന്ത് ചെയ്യും? അവന്മാർ വീക്ക്ലി ഇൻട്രസ്റ്റഡ് ആണ് പഠിത്തത്തിലൊക്കെ. അതപ്പോ നമ്മൾ എന്ത് ചെയ്താ? വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ആണെന്ന് എഴുതാ. പിന്നെ എന്താണ്? ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ് പോകാൻ പറഞ്ഞെങ്കിൽ ഇവന്മാർ നേരെ തിരിച്ചു പോകും. ഏത്? അത്. ഇനി പാരാമാഗ്നറ്റിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവന്മാരും എന്താണ്? വീക്ക്ലി ഇൻട്രസ്റ്റഡ് ആണ്. പഠിക്കാൻ കുറച്ച് താല്പര്യക്കുറവുള്ള ടീംസ് ആണ്. പക്ഷെ അവന്മാർ സാറുമാരൊക്കെ പറയണ കേൾക്കും. ഓക്കെ, അതായത് ഒരു എക്സ്റ്റേണൽ ഫീൽഡ് വന്നു കഴിഞ്ഞാൽ അവന്മാർ എന്ത് ചെയ്യും? അവന്മാർ എക്സ്റ്റേണൽ ഫീൽഡ് പറയുന്നത് അങ്ങോട്ട് പോകും. ആ ശരി, അങ്ങോട്ട് പോവാം. ഓക്കെ, എന്താണ്? വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ആണ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. കുഴപ്പമില്ലല്ലോ. അപ്പോ ഫെറോ മാഗ്നറ്റുകളാണെങ്കിൽ അവന്മാർ പഠിക്കാൻ മുട്ടിരിക്കുകയാണ്. സ്ട്രോങ്ലി മാഗ്നറ്റിക് ഫീൽഡ് ആണ് അല്ലെ? സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ് ആണ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ്, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ് പോകുന്നത്? അങ്ങോട്ട് തന്നെ അവന്മാർ പോകും. കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പോയിന്റ് കഴിഞ്ഞു. രണ്ടാമത്തെ പോയിന്റ്, മൂവ് ഫ്രം സ്ട്രോങ്ങർ ടു വീക്കർ പാർട്ട് ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കുക. അതായത് പഠിക്കാത്ത പിള്ളേരെ, ബിലോ ആവറേജ് സ്റ്റുഡൻസിനാ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ എന്താണ്? പഠിക്കണ ഒരു ചെക്കൻ്റെ അടുത്ത് പോയി ഇരുത്തി വിചാരിക്കുക. എന്താണ്? പഠിക്കാത്ത ഒരു ചെക്കനെ എന്താണ്? ഒരു പഠിക്കണ നല്ലൊരു സ്റ്റുഡൻസിനാ അടുത്ത് പോയിരുന്നു കഴിഞ്ഞാൽ ഇവന്മാരെന്ത് ചെയ്യും? ഇരിക്കോ? ഇല്ല. ഇവന്മാർ ആ ക്ലാസ്സിൽ മാത്രം ഇരിക്കും. പിന്നെ എന്ത് ചെയ്യും? തിരിച്ച് അവിടെ വന്നിരിക്കും. അതായത് അതായത് നമ്മൾ പഠിക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാട് മാറണം. അതായത് ഇപ്പൊ ഞാൻ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മതിക്കുന്നില്ല. എന്റെ കൂട്ടുകാരന്മാരൊക്കെ പഠിക്കാത്തവന്മാരായിരിക്കും. അപ്പൊ എന്ത് ചെയ്യില്ല? അവന്മാര് പഠിക്കില്ല. അവന്മാര് പഠിക്കാത്ത ഞാൻ വിചാരിക്കും എന്താണ്? അവന്മാര് പഠിക്കുന്നതല്ല, പിന്നെ ഞാൻ എന്തിനാ പഠിക്കുന്നത്? ചുറ്റുപാടും ഭയങ്കര എന്താണ്? ഒരിതാണ് ഇമ്പോർട്ടന്റ് കാര്യമാണ്. അപ്പോ ഒരു പഠിക്കാത്ത ഒരു കൊച്ചിനെ പഠിക്കുന്ന പിള്ളേരെ കൊണ്ട് എടുത്തിട്ട് അവൻ ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരിക്കും. അവൻ എന്ത് ചെയ്യാം? അപ്പൊ തന്നെ അങ്ങോട്ട് മാറിക്കും. അതാണ് ചെയ്യാൻ പോകുന്നത്. നോക്കി, എക്സ്റ്റേണൽ ഫീൽഡ്. അതായത് ഞാനല്ല, ഒരു സാറ് പിടിച്ചിട്ട് ഒരു പഠിക്കാത്തൊരു ചെക്കനാ എന്ത് ചെയ്തു? അവൻ എന്ത് ചെയ്തു പറ? അവനൊരു പഠിക്കുന്ന സ്ഥലത്തോട്ട് ഇട്ടു. അതായത് പോസിറ്റീവ് സ്ഥലത്തോട്ട് ഇട്ടു. നെഗറ്റീവ് ആയിരുന്ന ഒരു ചെക്കനെ പിടിച്ച് പോസിറ്റീവിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇവൻ ഇരിക്കോ? എവിടെ ഇരിക്കണ ഇവൻ എന്ത് ചെയ്യും? ആ പോസിറ്റീവ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് സ്ഥലത്ത് നിന്ന് ഇവൻ എങ്ങോട്ട് പോകും? സ്ട്രോങ്ങർ ടു വീക്കർ ആയിട്ട് കണ്ട് മാറിക്കൊണ്ടിരിക്കും അല്ലേ? ആലോചിച്ച് നോക്കിയേ. നല്ല ഒരു വീക്ക് ആയിട്ടിരിക്കുന്ന ചെക്കൻ വീക്കിനെ പിടിച്ചിട്ട് എന്ത് ചെയ്തു? സ്ട്രോങ്ങിന്റെ അടുത്ത് കൊണ്ടുവന്നാക്കി. ചെയ്യോ? ഇല്ല. സ്ട്രോങ്ങിന് എങ്ങോട്ട് പോകും? വീക്കിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. അതായത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ത് ചെയ്യും? സ്ട്രോങ്ങർ ടു വീക്കർ പാർട്ട് ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ കടന്നു പോവുകയാണെങ്കിൽ ഇവന്മാര് സ്ട്രോങ്ങർ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് വീക്കർ പാർട്ടിലോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഡയാമാഗ്നറ്റ്സ് പോകുന്നത്. ഓക്കെ ആണോ? ഒന്നുകൂടി പറഞ്ഞുതരാം. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഡയാമാഗ്നറ്റ്സ് എങ്ങനെയായിരിക്കും പോണത്?
സ്ട്രോങ്ങർ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് വീക്കർ മാഗ്നറ്റിക് ഫീൽഡിലോട്ടായിരിക്കും ഇവന്മാരുടെ മൂവ്മെന്റ്. ഓക്കെ, അപ്പൊ പാരാമാഗ്നറ്റിന്റെ പ്രത്യേകത എന്താ? ഇപ്പൊ ഇതേപോലെ തന്നെ പാരാമാഗ്നറ്റിനെ എന്ത് ചെയ്തു, അതായത് ആവറേജ് സ്റ്റുഡൻസിനാ പിടിച്ചിട്ട് എന്ത് ചെയ്തു, ഇവിടെ കൊണ്ടിരുത്തി. ഇപ്പൊ എന്താണ്, നല്ലോണം പഠിക്കുന്ന പിള്ളേരെ കൊണ്ടിരുത്തി. അതായത് ആവറേജ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ച് എന്താണ് വീക്ക് ആയിരിക്കും അല്ലെ, വീക്ക് സ്റ്റുഡൻസ് ആണ് അവന്മാര് വീക്ക്ലി ഇൻട്രസ്റ്റഡ് ആണല്ലോ. അപ്പൊ ഇവന്മാരെയാണ് പിടിച്ച് പഠിപ്പികളെ അടുത്ത് കൊണ്ടിരുത്തണെങ്കിൽ ഇവന്മാർ എന്ത് ചെയ്യും, സ്ട്രോങ് ആവും. അതന്നെ സംഭവം. ഇവന്മാരെന്താവും, ഇവന്മാര് മൂവ് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും, വീക്കർ ടു സ്ട്രോങ്ങർ പാർട്ട് ഓഫ് എക്സ്റ്റേണൽ ഫീൽഡ് ആയിരിക്കും. ഓക്കെ, അതായത് ഒരു എക്സ്റ്റേണൽ ഫീൽഡ് ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്ത് വെച്ചു, പാരാമാഗ്നറ്റിനെ വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരെ എങ്ങോട്ടായിരിക്കും പോണത്, വീക്കറിൽ നിന്ന് സ്ട്രോങ്ങറിലോട്ടായിരിക്കും പോണത്. ഓക്കെ, വീക്കർ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് സ്ട്രോങ്ങർ മാഗ്നറ്റിക് ഫീൽഡിലോട്ട്. അപ്പൊ നേരെ തിരിച്ച് ഫെറോ മാഗ്നറ്റിക് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, അവന്മാരെന്ത് ചെയ്തു, എല്ലാവരും നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരായിരിക്കില്ല, അവന്മാരിങ്ങനെ കഴിവുകൾ ഇങ്ങനെ വളർത്തി വീക്കിൽ നിന്ന് അടിച്ചാടി കയറി സ്ട്രോങ്ങിലോട്ട് മാറും അല്ലെ. ഇവന്മാരെന്ത് ചെയ്യും, വീക്കറിൽ നിന്ന് സ്ട്രോങ്ങർ പാർട്ട് ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും മൂവ് ചെയ്യണത്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലാലോചിച്ച് നോക്കുക. എന്താണ് രണ്ടാമത്തെ പോയിന്റ് പറയണത്, ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കടന്നു പോവുകയാണെങ്കിൽ ഡയാമാഗ്നറ്റ്സ് എന്ത് ചെയ്യും, അത് സ്ട്രോങ്ങറിൽ നിന്ന് വീക്കറിലോട്ടായിരിക്കും പോണത്. ബാക്കി രണ്ടുപേരും പാരാമാഗ്നറ്റും ഫെറോമാഗ്നറ്റും മൂവ് ചെയ്യണത് എങ്ങോട്ടായിരിക്കും, വീക്കറിൽ നിന്ന് സ്ട്രോങ്ങറിലോട്ടായിരിക്കും. കുഴപ്പമില്ലല്ലോ, രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ മക്കളെ, ഈ കൈ എന്ന് പറഞ്ഞാൽ എന്താണ്, മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി. കൈ എന്ന് പറഞ്ഞാൽ എന്താണ്, മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി. ഈ ഡയാമാഗ്നറ്റിന്റെ കാര്യത്തിൽ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി നോക്കിയേ, സീറോനേലും ചെറുതായിരിക്കും. എന്തായിരിക്കും, സീറോനേലും ചെറുത്, അതായത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഓക്കെ, കൈന്റെ വാല്യൂ എന്തായിരിക്കും, നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഇനി പാരാമാഗ്നറ്റിക് കേസ് എന്ന് പറഞ്ഞാൽ സീറോനേലും വലുതാണ്, അതായത് പോസിറ്റീവ് ആണ്. സീറോനേലും വലുത് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്, പക്ഷേ അത് സ്മോൾ ആണ്. പോസിറ്റീവ് വാല്യൂ ആണ്, എന്നാൽ എന്താണ്, ചെറിയ വാല്യൂ ആണ്. അതായത് എന്താണ്, സീറോനേലും വലുതെന്ന് പറയുമ്പോൾ എന്താണ്, 0.1 അങ്ങ് ആ റേഞ്ച് ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോ അടുത്തത് എന്താണ്, ഫെറോമാഗ്നറ്റിൽ എന്താണ്, 1നേലും വലുതാണെന്ന് പറയണം. വണ്ണിനേലും വെരി വെരി ലാർജ്. കൈന്റെ വാല്യൂ 1നേലും വെരി വെരി ലാർജ്, അതായത് പോസിറ്റീവ് വാല്യൂ ആണ്. അതായത് പോസിറ്റീവ് വാല്യൂ ആണ്, ലാർജ് വാല്യൂ ആണ്. അതായത് 1നേലും വെരി വെരി ലാർജ് എന്നാണ് പറയുന്നത്. അപ്പൊ കൈന്റെ വാല്യൂ 1നേലും ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, അതൊരു പോസിറ്റീവ് വാല്യൂ ആണ്, അതൊരു ഭയങ്കര ലാർജ് വാല്യൂ ആയിരിക്കും. ഓക്കെ ആണോ? അതാണ് സസെപ്റ്റബിലിറ്റിയുടെ കാര്യം. ഇനി അടുത്ത് എന്താണ് മക്കളെ, റിലേറ്റീവ് പെർമിബിലിറ്റി. എന്താണ് റിലേറ്റീവ് പെർമിബിലിറ്റി എന്ന് പറഞ്ഞാൽ μr. അപ്പോ ഡയാമാഗ്നറ്റിൽ അത് എന്തായിരിക്കും, 1നേലും ചെറുതായിരിക്കും. പാരാമാഗ്നറ്റിൽ അത് 1നേലും വലുതായിരിക്കും. ഇനി ഫെറോമാഗ്നറ്റിൽ എന്തായിരിക്കും, 1നേലും ഗ്രേറ്റർ ആയിരിക്കും, ഭയങ്കര വെരി വെരി ഗ്രേറ്റർ ആയിരിക്കും. പിന്നെ നമുക്ക് എക്സാമ്പിൾസ് പഠിച്ചു. ഡയാമാഗ്നറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് എന്താണ്, വാട്ടർ ആണ്. രണ്ടാമത്തെ എന്താണ്, സോഡിയം ക്ലോറൈഡ് ആണ്. ഓക്കെ, അത് പഠിച്ചു നോക്കണം. രണ്ട് എക്സാമ്പിൾസ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു നോക്കണം. അത് രണ്ടെണ്ണുള്ളൂ, അപ്പൊ നിങ്ങൾ രണ്ടെണ്ണം പഠിക്കുക. പാരാമാഗ്നറ്റ് എന്തൊക്കെയാണ്, അലൂമിനിയം, സോഡിയം, കാൽസ്യം, ഏതെങ്കിലും രണ്ടെണ്ണം പഠിച്ചു നോക്കുക. ഇനി ഫെറോമാഗ്നറ്റ് എന്താണ്, അയൺ, കോബാൾട്ട്, നിക്കൽ. ഓക്കെ, കേട്ടിട്ടുണ്ടാവില്ല, അയൺ, കോബാൾട്ട്, നിക്കൽ, ചെറിയ ക്ലാസ് തൊട്ട് കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാ, എക്സാമ്പിൾസ് പഠിച്ചു നോക്കുക. ഇനി മക്കളെ, ഈ ഒരു ഫിഗർ ഇല്ലടാ, ഫിഗർ നിങ്ങൾ പഠിക്കണം. എന്താന്ന് നോക്കിയേ, ഫീൽഡ് ലൈൻസ് ആർ എക്സ്പെൽഡ് ഇൻസൈഡ് ദി മെറ്റീരിയൽ. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ മറ്റേ പുഴയില്, പുഴ പോലെ വിചാരിക്കും, പുഴയാണെന്ന് വിചാരിക്കുക. അതായത് ഒരു നദി വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നിടത്ത് നിങ്ങൾ എന്ത് ചെയ്തു, ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഇട്ടു. ഓക്കെ, വെള്ളം ഉദ്ദേശിക്കുന്നത് എന്താണ്, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പോ നമ്മൾ ഇടുന്ന മെറ്റീരിയൽ ഓരോ മെറ്റീരിയൽ ആണ്. നമ്മൾ എന്ത് വെക്കും, ആദ്യം ഡയാമാഗ്നറ്റിക്, പുഴയിലോട്ട് ആദ്യം ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഇടും. പിന്നെ രണ്ടാമത് എന്ത് ചെയ്യും, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ഇടും. പിന്നെ എന്ത് ചെയ്യും, ഫെറോമാഗ്നറ്റ് ഇടും. പുഴയിലോട്ട്, പുഴന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇടയിൽ കൂടെ പുഴ പോലെ കൺസിഡർ ചെയ്യട്ടോ. ഇങ്ങനെ പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം, വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം. അതിന്റെ അകത്തോട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന് ഇട്ട് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, എക്സ്പെൽ ചെയ്യും. നോക്കിയേ, ഇങ്ങനെ ഇരിക്കും അതിന്റെ ഒരു ഫിഗർ. ഇതാണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. അതിന്റെ പുറത്ത് കൂടെ എന്ത് ചെയ്തു പോകും, വെള്ളം പോകും. അതായത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഉള്ളിലേക്ക് ഞാനൊരു കല്ലിറക്കി വെക്കുക, അല്ലെങ്കിൽ ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഇറക്കി വെക്കുകയാണെങ്കിൽ അതിന്റെ ഇതാണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, ഇതാണ് ഈ വെള്ളം ഇങ്ങനെ പോകും, ഇങ്ങനെ വരും, വെള്ളം വന്നിട്ട് ഇങ്ങനെ പോകും. ഓക്കെ, അത് ടച്ച് ചെയ്യാണ്ട് എന്ത് ചെയ്യും, ഇതിന്റെ മുകളിൽ കൂടെ പോകും, ഇതിന്റെ മുകളിൽ കൂടെയും താഴത്തു കൂടെയും പോകും. ഓക്കെ, ഒരെണ്ണൊക്കെ എന്ത് ചെയ്യും, അതിന്റെ ഉള്ളിൽ കൂടെ പോയി. ഓക്കെ, അതാണ് എന്ത്, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ത് ചെയ്ത എക്സ്റ്റേണൽ ഫീൽഡിലോട്ട് വീണ് കഴിഞ്ഞാൽ. അപ്പോ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ഇതേപോലെ എക്സ്റ്റേണൽ ഫീൽഡിലോട്ട് ഇറക്കി വെച്ചാൽ എങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും.
അതായത് ആ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, ആ മെറ്റീരിയലിലൂടെ കടന്നു പോകും. ഓക്കെ, ആ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, അതിന്റെ സെന്ററിൽ കൂടെ, ആ മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ സെന്ററിൽ കൂടെ എന്ത് ചെയ്യും, കടന്നു പോയിക്കൊണ്ടിരിക്കും. നോക്കിയേ, ഇതാണ് മാഗ്നറ്റിക് മെറ്റീരിയൽ, അതിൽ കൂടെ എന്ത് ചെയ്തു, സെന്ററിൽ കൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി ഫെറോ മാഗ്നറ്റ് ആണെങ്കിലോ, നോക്കി സാറേ, ഇതും സെയിം അല്ലേ, ഇതും സെയിം അല്ലേ, ഫെറോ മാഗ്നറ്റിന്റെയും പാരാമാഗ്നറ്റിന്റെയും സെയിം അല്ലേ? എടാ സെയിം അല്ല, ഇതിന്റെ അകത്ത് കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോകും, ഇതിന്റെ അകത്ത് കുറെ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ടൈമിൽ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കൂടുതലായിരിക്കും എന്തില്, ഫെറോ മാഗ്നറ്റിൽ. മക്കളെ ഈ പിക്ചർ ഒന്ന് പഠിച്ചു വെച്ചോളാം. ഓക്കെ, ഒരു 4-5 പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് നിന്ന് ഈ ഒരു ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഡയ ഏതാണ് ഫെറോ, ഡിഫറൻഷ്യൽ ബിറ്റ്വീൻ ദ ഡയ പാരാ ഫെറോ എന്ന് വെച്ചാൽ ഒരു 4 പോയിന്റ്സും ഈ ഒരു ഫിഗറും വരച്ചു വെച്ചാൽ മതി. ഓക്കെ, പിന്നെ 2 എക്സാമ്പിൾസ് ഒക്കെ എഴുതി വെച്ചോ, ഫുൾ എഴുതി വെച്ചോ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാണ്ട ഇല്ല, വേറെ ഏതെങ്കിലും ടീച്ചർമാരൊക്കെ ആയിരിക്കും നിങ്ങളുടെ പേപ്പർ നോക്കാൻ പോകണം, അപ്പൊ ഒന്നിനും ഒരു കുറവുണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പോ ഇതെന്തായാലും എക്സാമിന് ചോദിക്കും എന്നുള്ളതിന് 100% ഉറപ്പാണ്. ഓക്കെ, ഇത് പഠിക്കാണ്ട് നിങ്ങൾ എക്സാമിന് പോകണ്ട, പയാസാറ് പറഞ്ഞിട്ട് എന്തായാലും എക്സാമിന് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതിലോട്ട് പോവാം. അപ്പൊ ഇനി വേഗം തീരും. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ, how will you classify the magnetic material in terms of susceptibility? ഞാൻ പറഞ്ഞായിരുന്നല്ലേ നേരത്തെ, ആ പോയിന്റിൽ പറഞ്ഞായിരുന്നു. ദേ കണ്ട, സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞ പോയിന്റ്സിൽ സസെപ്റ്റിബിലിറ്റി കൈയിന്റെ വാല്യൂ ആണ് ഈ പറയണത്. സസെപ്റ്റിബിലിറ്റി ഇതാണ് പറഞ്ഞേക്കണ. അത് തന്നെ ഒന്നും കൂടി ചോദിച്ചേക്കണ, എന്താണ് ഇൻ ടേംസ് ഓഫ് സസെപ്റ്റിബിലിറ്റിയുടെ വാല്യൂല് പറയാം. നോക്കിയേ, ഡയാമാഗ്നറ്റില് എന്തായിരിക്കും കൈയിന്റെ വാല്യൂ 0-ലും ചെറുത്, അതായത് നെഗറ്റീവ് വാല്യൂ. ഇനി പാരാമാഗ്നറ്റില് 0-ലും വലുത്, പക്ഷെ പോസിറ്റീവ് വാല്യൂ ആണ്, അതെന്താണ് ഒരു ചെറുതാണ്, അതായത് 0-ലും വലുതാന്ന് പറയുന്നത് 0.1 0.2 ആ ഒരു ലെവലിലായിരിക്കും എന്ത് വരുന്നത്, വാല്യൂസ് വരുന്നത്. ഇനി ഫെറോ മാഗ്നറ്റ് ആണെങ്കിൽ 1-ലും ലാർജ് ആണെന്ന് പറയാം, 1-ലും കൂടുതൽ. ഓക്കെ, പോസിറ്റീവ് വാല്യൂ ആണ്, അതായത് 1 1.5 എന്താണ് 2 2.5 അങ്ങനെ പോകും. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്താണ്, ഹൗ വിൽ യു ക്ലാസിഫൈ ദി മാഗ്നറ്റിക് മെറ്റീരിയൽ ഇൻ ടേംസ് ഓഫ് റിലേറ്റീവ് പെർമിയബിലിറ്റി? ഓക്കെ, അതായത് ഈ ഡയാ പാരാ ഫെറോ ഇവന്മാരെന്ത് ചെയ്യാ, ഇൻ ടേംസ് ഓഫ് റിലേറ്റീവ് പെർമിയബിലിറ്റിയിൽ പറയാ. അതായത് ഡയാമാഗ്നറ്റില് റിലേറ്റീവ് പെർമിയബിലിറ്റി എന്താണ്, 1-ലും ചെറുതാണ്. ഓക്കെ, 1-ലും ചെറുതാണ്. ഇനി പാരാമാഗ്നറ്റിൽ എന്തായിരിക്കും, 1-ലും വലുതായിരിക്കും. ഫെറോ മാഗ്നറ്റിലെ വെരി വെരി ഗ്രേറ്റർ ദാൻ 1. സിമ്പിൾ അല്ലേ, നമ്മൾ നേരത്തെ നോക്കിയ കാര്യമാണ്, അതാണ് ഞാൻ വേഗം ഓടിച്ചു പറഞ്ഞത്. ഇനി റൈറ്റ് 2 എക്സാമ്പിൾ ഓഫ് ഈച്ച് ഡയാമാഗ്നറ്റ്സ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് എന്ത്, ഡയാമാഗ്നറ്റ്സിന് വാട്ടറും സോഡിയം ക്ലോറൈഡ് ആയിരിക്കും, പിന്നെ ഡയമണ്ടും ഗോൾഡും ഉണ്ട്. 4 എക്സാമ്പിൾ ഉണ്ട്, നിങ്ങൾ ഏതെങ്കിലും 2 പഠിക്കാം. ഓക്കെ, വാട്ടർ, സോഡിയം ക്ലോറൈഡ്, ഡയമണ്ട്, ഗോൾഡ്, ഏതെങ്കിലും എന്ത് ചെയ്യാ 2 പഠിച്ചു വെക്കാം. പാരാമാഗ്നറ്റിനുണ്ട് എന്ത്, അലൂമിനിയം, സോഡിയം, കാൽസ്യം, മാഗ്നീഷ്യം, പ്ലാറ്റിനം, ടങ്സ്റ്റൻ. ഓക്കെ, ഏതെങ്കിലും എന്ത് ചെയ്യാ 2 പഠിച്ചു വെക്കാം. ഫെറോ മാഗ്നറ്റിനുണ്ട് എന്ത്, അയൺ, കൊബാൾട്ട്, നിക്കല്. ഓക്കെ, ഏതെങ്കിലും എന്ത് ചെയ്യാ Fe2O3, ഏതെങ്കിലും എന്ത് ചെയ്യാ നിങ്ങൾ പഠിച്ചു വെക്കാം. കുഴപ്പമില്ല, സിമ്പിൾ അല്ലേ, സിമ്പിൾ അല്ലേ, ഈ ചാപ്റ്റർ ഭയങ്കര സിമ്പിൾ അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ടോപ്പിക്? ഓക്കെ, the behavior of the magnetic field lines inside 2 magnetic materials are given figure. Identify the material as a diamagnetic or paramagnetic. മക്കളെ ഈ ഫിഗർ തരും. ഓക്കെ, ഈ സാധനങ്ങൾ തന്നിട്ടുണ്ടാവില്ല കേട്ടോ, ഇതിപ്പോ നമുക്ക് ഇവിടെ തന്നേക്കണല്ലേ. ഞാൻ എന്തൊരു മനുഷ്യനാണ് അല്ലെ, അവിടെ തന്നിട്ടാണ് എന്തായാലും ഞാൻ പറയാ. അവിടെ അങ്ങനെ ഒരു സാധനം തരില്ല, ക്വസ്റ്റ്യനിൽ ചോദിക്കുമ്പോ എന്ത് ചെയ്യില്ല, അങ്ങനെ തരില്ല. എന്നിട്ട് എന്ത്, ഈ ഫിഗർ കാണിച്ചു തരും. ഓക്കെ, ഫിഗർ എന്താണ്, ഫിഗർ ഏത് മെറ്റീരിയൽ നോക്കും, ഡയാമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ ഫെറോ മാഗ്നറ്റിക് ആണോ നോക്കും. ഓക്കെ, ഇവിടെ എന്തെങ്കിലും ഡയാമാഗ്നറ്റിക് ഏതാണ് പാരാമാഗ്നറ്റിക് ഏതാണെന്ന് ചോദിച്ചേക്കണം. അപ്പൊ നിങ്ങൾ ഇത് എങ്ങനെ മനസ്സിലാവും, ഐഡന്റിഫൈ ചെയ്യും? നോക്കി, ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്തോട്ട് ഡയാമാഗ്നറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും, എക്സ്പെൽ ചെയ്യും. അതായത് ഇതാണ് ഡയാമാഗ്നറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരെയാണെങ്കിൽ ഇങ്ങനെ പോകും, എക്സ്പെൽ ചെയ്ത് പോകും. ഓക്കെ, എക്സ്പെൽ ചെയ്തു. അപ്പോ ഇതാണ് എന്ത്, ഡയാമാഗ്നറ്റ് ഡയ. ഇനി ഇതിൽ കൂടെ എന്ത് കടന്നുകൊണ്ട് എന്താണ്, ഒരു മെറ്റീരിയലിൽ കൂടെ അതിന്റെ ഉള്ളിൽ കൂടെ സെന്ററിൽ കൂടെ കുറെ മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോകണമെങ്കിൽ അത് ഒന്നെങ്കിൽ പാര ആയിരിക്കും, അല്ലെങ്കിൽ ഫെറോ ആയിരിക്കും. കൂടുതൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ഏതിനാണോ അത് ഫെറോ, കുറവ് നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ഉള്ളത് ഏതാണ്, പാര. ഓക്കെ, ഇനി ഫെറോ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു മെറ്റീരിയൽ വരയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, കുറെ വരച്ചു നോക്കാം,
ഇതാണ് എന്ത് ഫെറോ. ഓക്കെ, ഫെറോ ആണെങ്കിൽ അവിടെ കുറെ മാഗ്നറ്റിക് ഫീൽഡ്സ് ഉണ്ടാവും. ആരെ അപേക്ഷിച്ച് ബാരനെ അപേക്ഷിച്ച് കുഴപ്പമില്ലല്ലോ. അപ്പൊ മക്കളെ അടുത്ത് നോക്കിയേ, മെൻഷൻ ദ ബിഹേവിയർ ഓഫ് ഡയ ആൻഡ് ഫെറോ മെറ്റീരിയൽസ് വെൻ ദേ ആർ പ്ലേസ്ഡ് ഇൻ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. അതായത് മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവന്മാരുടെ ബിഹേവിയർ എന്താണെന്നാ പറയണം. എന്തായിരിക്കും ആ ബിഹേവിയർ? മൂവ്സ് ഫ്രം അല്ലെ, ഇവന്മാര് നല്ലോടത്ത് കൊണ്ടുവരുന്ന കഴിഞ്ഞാൽ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ നല്ലോടത്ത് കൊണ്ടുവരുന്ന ശരിയാവും ഇല്ല. അമ്മമാര് നല്ലതിന് ചീത്തയിലോട്ട് പോകാനേ നോക്കുള്ളൂ. അതായത് സ്ട്രോങ്ങറിൽ നിന്ന് വീക്കറിലോട്ട് പോകാനേ അവന്മാരെ ആശപ്പെടുള്ളൂ. അതായിരിക്കും ഡയാമാഗ്നറ്റിക്. പക്ഷെ ഫെറോമാഗ്നറ്റ് എന്ത് ചെയ്യും? അവന്മാര് കഷ്ടപ്പെട്ട് പഠിക്കണായിരിക്കും അല്ലെ, ഒന്നും അറിയാത്ത പിള്ളേരായിരിക്കും. എന്നാൽ പോലും അവന്മാര് പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങനെ പഠിച്ച് എന്ത് ചെയ്യും? വീക്കറിൽ നിന്ന് അവന്മാർ എന്തായിട്ട് വരും? സ്ട്രോങ്ങർ ആയിട്ട് വരും. അതേപോലെ ആയിരിക്കണം മക്കളെ നിങ്ങൾ എപ്പോഴും. നമുക്കൊന്നും അറിയില്ല, ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല അല്ലെ. നിങ്ങൾക്ക് ഫിസിക്സ് ഫസ്റ്റ് എന്താണ് +2 വന്നപ്പോ തന്നെ നിങ്ങൾ കാണിച്ചു ഇത് എന്ത് പണ്ടാറുള്ളത് അല്ലെ, എന്തുട്ടാണിത് അല്ലെ, എന്ത് ടോപ്പിക്സ് ഒക്കെയാണ്. മാത്സ് ഒക്കെ, ഇന്റഗ്രേഷൻസ്, ഡിഫറൻഷിയേഷൻ ഒക്കെ എന്താണ് സീൻ. പക്ഷെ നിങ്ങൾ പഠിച്ച് നിങ്ങൾ അതിൽ പ്രോ ആവണം. ഓക്കെ, ഈ എക്സാമിന് നിങ്ങൾ തൊട്ട് മുന്നേ, ഫിസിക്സ് എക്സാമിന് തൊട്ട് മുന്നേ നിങ്ങൾക്ക് എവിടെ നിന്ന് ചോദിച്ചാലും പറയാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ആവണം. ഓക്കെ, നമ്മ ഒരു കാര്യം വൃത്തിക്ക് ചെയ്യുമ്പോൾ അത്രത്തോളം എഫേർട്ട് ഇടണം, അത്രത്തോളം വർക്ക് ചെയ്യണം ഒരു കാര്യത്തിന്റെ പുറത്ത്. എന്നിട്ട് വേണം നമ്മൾ അത് അറ്റംപ്റ്റ് ചെയ്യാൻ. എന്നാൽ നമുക്ക് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കോ റിസൾട്ടോ ഒന്നും അല്ല. നമുക്ക് അതിനെന്തായാലും ഒരു ശതമാനം പോലും നമുക്ക് എന്ത് തോന്നരുത്, റിഗ്രറ്റ് തോന്നരുത് മക്കളെ. കേട്ടാ, നമുക്ക് ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാ. എന്താണ് ലാസ്റ്റ് ടോപ്പിക്ക്? വാട്ട് ആർ ദി സൂപ്പർ കണ്ടക്ടേഴ്സ്. മക്കളെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലാസ്റ്റിലേക്ക് ഞാൻ വെച്ചേക്കണത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. വെരി വെരി ഇമ്പോർട്ടൻസ്. എന്താണ് സൂപ്പർ കണ്ടക്ടർ? നിങ്ങൾ പറ. there are metals. അവരെ മെറ്റൽസ് ആണ് എന്നാ പറയൂ. when cooled to very low temperature exhibit the both perfect conductivity and perfect diamagnetism. എന്താണ് സംഭവം? എടാ, ഈ സൂപ്പർ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ ആണ്. ഓക്കെ, ഈ മെറ്റല് എന്ത് ചെയ്യാ? ടെമ്പറേച്ചർ കുറയ്ക്കുക. എന്താണ് ടെമ്പറേച്ചർ? അല്ലേ, ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാല് ഇവന്മാർ എന്ത് ചെയ്യും? ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാല് ഇവന്മാര് പെർഫെക്റ്റ് കണ്ടക്ടിവിറ്റി ആയിരിക്കും. എന്താണ് കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ? കറണ്ട് കടത്തിവിടാൻ തുടങ്ങുക. നന്നായിട്ട് കറണ്ട് കടത്തിവിടാൻ തുടങ്ങും. ഓക്കെ, പിന്നെ ഒരു പരിപാടി കൂടി കാണിക്കും. എന്ത്? ഇവന്മാര് പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിസം കൂടി കാണിക്കും. ഏത്? ഡയാമാഗ്നറ്റിസം എന്ന് പറയുന്നതാണ് ഡയാമാഗ്നറ്റിന്റെ എല്ലാ പ്രോപ്പർട്ടി ആര് കാണിക്കും? സൂപ്പർ കണ്ടക്ടർ കാണിക്കും. എപ്പോ? ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ. ആലോചിക്കുക, സൂപ്പർ കണ്ടക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സൂപ്പർ കണ്ടക്ടർ? ഞാൻ പറഞ്ഞുതരാം. ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ, ഒരു മെറ്റീരിയലിന്റെ സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ ഇവന്മാര് എന്താകുന്നു? പെർഫെക്റ്റ് കണ്ടക്ടിവിറ്റി, അതായത് ഇവന്മാര് സൂപ്പർ ആയിട്ട് കറണ്ട് കടത്തി വിടാനും പറ്റുന്നു. അതേപോലെ ഇവന്മാര് ഡയാമാഗ്നറ്റിസത്തിന്റെ പ്രോപ്പർട്ടീസും കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് മെറ്റീരിയൽ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ എന്ത് മെറ്റൽ എന്ന് വിളിക്കുക? സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുക. എന്ത് വിളിക്കുക? സൂപ്പർ കണ്ടക്ടേഴ്സ്. ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് പഠിക്കണം? ഈ സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ കൈന്റെ വാല്യൂ, അതായത് സസെപ്റ്റബിലിറ്റിയുടെ വാല്യൂ എന്താ? കൈ ഈക്വൽ ടു -1. പഠിച്ചു വെക്ക. കൈ ഈക്വൽ ടു എന്താണ്? സൂപ്പർ കണ്ടക്ടേഴ്സിന് കൈ ഈക്വൽ ടു -1 ആണ്. ഇനി µr എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിയബിലിറ്റി ഈക്വൽ ടു എന്താണ്? 0 ആണ്. പഠിച്ചു വെക്ക. എന്താണ്? കൈ ഈക്വൽ ടു -1ഉം µr ഈക്വൽ ടു 0 ആണെന്ന് എന്ത് ചെയ്യുക? പഠിച്ച് തന്നെ വെക്കാം. ഓക്കെ, സൂപ്പർ കണ്ടക്ടേഴ്സ് മനസ്സിലായി നമുക്ക്. എന്താണ് സൂപ്പർ കണ്ടക്ടേഴ്സ്? ടെമ്പറേച്ചർ കുറയ്ക്കുക. ആ ഒരു മെറ്റീരിയൽ ഒരു ടൈമിൽ എന്ത് ചെയ്യും? നല്ലവണ്ണം കറണ്ടും കടത്തിവിടാൻ തുടങ്ങും. അവന്മാർ എന്ത് ചെയ്യും? ഡയാമാഗ്നറ്റിന്റെ പ്രോപ്പർട്ടീസും കാണിച്ചു തുടങ്ങും. അതായത് ബോത്ത് പെർഫെക്റ്റ് കണ്ടക്ടിവിറ്റി ആൻഡ് പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിസം വെൻ ദ ടെമ്പറേച്ചർ ഈസ് ലോ. ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ പെർഫെക്റ്റ് എന്ത് കാണിക്കും? കണ്ടക്ടിവിറ്റിയും കാണിക്കും, പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിസവും കാണിച്ചു കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ എന്ത് വിളിക്കാം? നമുക്ക് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കാം. ഇനി ഒരു സാധനം കൂടി പറയാൻ ബാക്കിയുണ്ട്. ഇത് തുടക്കം പറയണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ. അതായത് ഈ പെട്ടി സംഭവം ഒന്നുമില്ല. നോക്കിയടാ, ഈ ഒരു പെട്ടി നിങ്ങൾ ചുമ്മാ എന്താ ചെയ്യാ? പഠിച്ചു വെച്ചേക്കാം. കേട്ടാ, ആവശ്യം വരും നിങ്ങൾക്ക്. അതായത് ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് പഠിച്ചാല. അതിന്റെ അകത്ത് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞ ഡിനോട്ടിന ലെറ്റർ P ആയിരുന്നു. പക്ഷെ മാഗ്നറ്റിസത്തിലോട്ട് വരുമ്പോ അതിന്റെ ഡിനോട്ടിന ലെറ്റർ എന്തായിരിക്കും? M ആയിരിക്കും. അതിന്റെ ഡിനോട്ടിന ലെറ്റർ എന്തായിരിക്കും? M ആയിരിക്കും. അതെന്താണ്? മാഗ്നറ്റിക് മൂവ്മെന്റ്. അതെന്താണ്? മാഗ്നറ്റിക് മൂവ്മെന്റ്. ഓക്കെ, എം എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? മാഗ്നറ്റിക് മൂവ്മെന്റ്. പി എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൂവ്മെന്റ്. P = 2aq. കേട്ടിട്ടുണ്ടാവും. ഓക്കെ,
കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോ അടുത്തതിലോട്ട് പോവാ. ആക്സിയൽ ഫീൽഡ് ഓഫ് എ ഡൈപോൾ, അതായത് ഡൈപോളിന്റെ ആക്സിയൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചത് 1/4πε0 2p/r³. അതിന്റെ അകത്ത് ഈ 1/ε0 എന്ന് പറഞ്ഞാല് അത് മാഗ്നറ്റിസത്തിലോട്ട് വരുമ്പോ എന്താവും μ0. ഓക്കെ, 1/ε0 ഇവിടെ ഒരു 1/ε0 ആണ്. നിങ്ങൾ 1/ε0 ഈ 1/ε0 മാഗ്നറ്റിസത്തിലോട്ട് മാറുമ്പോൾ μ0. ഓക്കെ, μ0 ബൈ എന്തുണ്ട് 4π 2pക്ക് പകരം എന്താ m ഇട്ട് കൊടുക്കുക. pക്ക് പകരം എന്തിട്ട് കൊടുക്കുക, m ഇട്ട് കൊടുക്കുക. 2m/r³. ഇങ്ങനെ ഇക്വേഷൻ മാറണത് മാഗ്നറ്റിസത്തിലോട്ട് മാറുമ്പോ. അടുത്തൊരു ഇക്വേഷൻ നോക്കുക, ഇക്വേറ്റോറിയൽ ഇക്വേഷൻ നോക്കുക. എന്താ 1/4πε0 p/r³. 1/ε0 എന്ന് പറഞ്ഞാൽ μ0. അപ്പൊ എന്തൊരു μ0/4π p എന്ന് പറഞ്ഞാൽ m ആണ്, m/r³. സിമ്പിൾ അല്ലേ മക്കളെ? ഇവിടെ നോക്കിയേ, ടോർക്ക് ഇൻ എക്സ്റ്റേണൽ ഫീൽഡ്, ടോർക്കിന്റെ ഇക്വേഷൻ, എക്സ്റ്റേണൽ ഫീൽഡിലുള്ള ടോർക്കിന്റെ ഇക്വേഷൻ എന്താണ്? ടോ ഈക്വൽ ടു p ക്രോസ് e ആണ്. ഇവിടെ pക്ക് പകരം എന്ത് കൊടുക്കുക, pക്ക് പകരം എന്ത് കൊടുക്കുക, m ഇട്ട് കൊടുക്കുക. ഇക്ക് പകരം ഇലക്ട്രിക് ഫീൽഡിന് പകരം എന്ത് കൊടുക്കുക, മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുക. മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് മൂവ്മെന്റ്. ടോർക്ക് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെന്റും മാഗ്നറ്റിക് ഫീൽഡും. ഇനി എനർജി ഇൻ എക്സ്റ്റേണൽ ഫീൽഡ്, അതിന്റെ ഇക്വേഷൻ എന്താ? U is equal to -p.E. മൈനസ് പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈപോൾ മൂവ്മെന്റ്. പി മാറ്റിയിട്ട് എന്താക്കിയ മാഗ്നറ്റിക് മൂവ്മെന്റ് വെക്കുക, മൈനസ് എം വരും. ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് മാറ്റിയിട്ട് എന്താക്കുക, മാഗ്നറ്റിക് ഫീൽഡ് ആക്കുക. സിമ്പിൾ അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ മക്കളെ? അപ്പോ നമ്മൾ ഈ ചാപ്റ്ററിന് അത് വരുന്ന ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ നോക്കിയിട്ട് പോയാൽ മതി. ഓക്കെ, പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻസ് അല്ലാണ്ട് വേറെ ഒന്നും നിങ്ങൾ പഠിക്കണ്ട. ഈ ചാപ്റ്ററിൽ നിന്ന് വേറെ ഒന്നും പഠിക്കണ്ട, ഇത് പഠിച്ചാൽ മതി. അത്രത്തോളം നമുക്ക് ഉറപ്പാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഇതേ ചോദിക്കുള്ളൂ. ഓക്കെ, വേറെ ഒന്നും ചോദിക്കാനില്ല. ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ ആണ്, 3 മാർക്കിന്റെ ചാപ്റ്റർ ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ ആ 3 മാർക്ക് കളയരുത്. ഓക്കെ, നമുക്ക് 3 മാർക്ക് ആയാലും 3 മാർക്ക് ഭയങ്കര വിലപ്പെട്ടതാണ്. അപ്പൊ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ഇത്രയും നാള് പോലും നിങ്ങൾ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ വൃത്തിക്ക് പഠിച്ചില്ല, പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ ഓരോ എക്സാം വരുമ്പോഴും വെറുതെ നോക്കും അല്ലെ? ഞാനായാലും അങ്ങനെ തന്നെയാണ്. ഞാനും പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു 3-4 വർഷം, 4-3 കൊല്ലമായിട്ടുള്ളൂ, 4-5 കൊല്ലമായിട്ടുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ തന്നെയായിരുന്നു. തലേ ദിവസം നോക്കും, എക്സാം വരുമ്പോൾ തലേ ദിവസം നോക്കും. പക്ഷെ നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല, നമ്മൾ വെറുതെ കുറെ കാണാണ്ട് പഠിച്ചിട്ടല്ലേ വന്നേക്കണം. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം, വൃത്തിക്ക് കോൺസെപ്റ്റ് പഠിച്ചു പോവാ. ഓക്കെ, നമ്മുടെ നോട്ട്സ് നമ്മൾ എന്ത് ചെയ്യും, ഈ ക്ലാസ് കഴിയുമ്പോൾ അപ്പൊ തന്നെ നമുക്ക് ഗ്രൂപ്പിലിടും. അപ്പൊ എന്ത് ചെയ്യുക, അപ്പൊ തന്നെ ക്ലാസ് കേൾക്കുക, നോട്ട്സ് വായിച്ചു നോക്കുക, പഠിക്കുക. ക്ലാസ് കാണുന്നതിൽ ഉപരി എന്ത് ചെയ്യുക, അത് പഠിക്കുക. ക്ലാസ് കണ്ടിട്ട് സംശയങ്ങളൊക്കെ മാറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ മക്കളെ? അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, എല്ലാ ചാപ്റ്റേഴ്സിന്റെ വീഡിയോ നമ്മൾ ഓരോ ദിവസം 2 വീഡിയോസ് ആയിട്ട് ഇടും. ഇനി സുധേ സാറ് വന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് നിങ്ങളുടെ ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യും, 2ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പൊ എന്ത് ചെയ്യാ, നമുക്ക് ഇത്രയും നാളത്തെ കാര്യം നമ്മൾ ആലോചിക്കേണ്ട. ഇനി തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കുക. ഈ ഒരു ഫോക്കസ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സീരീസ് മൊത്തം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്സ് നല്ല മാർക്ക് പിടിക്കും. നല്ല മാർക്ക് എന്ന് പറഞ്ഞാൽ A+ഓടുകൂടി നമുക്ക് എന്ത് ചെയ്യാം, പാസ് ആവാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, എല്ലാവരും നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഇന്ന് തൊട്ട് അല്ലെങ്കിൽ ഇന്ന് തൊട്ട്, ഓക്കെ, ഇത്ര നാളും ഇല്ലെങ്കിൽ ഇന്ന് തൊട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അപ്പൊ എന്ത് ചെയ്യാ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിന്നത്തെ ഒരു ദിവസം കാണാം. അപ്പൊ എന്ത് ചെയ്യാ, ബൈ. ഓക്കെ.